Good evening to all. Welcome to Dakshina Learning's Daily News Desk. So, ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിന് സെലക്ട് ചെയ്ത 6 ആർട്ടിക്കിളാണ് നമ്മൾ പ്രിലിംസ് ആൻഡ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ ഫസ്റ്റ് ആർട്ടിക്കിൾ ജുഡീഷ്യൽ റിമൂവൽ ടഫ് ലോ വിത്ത് എ ലൂപ്പ് ഹോൾ. സോ നമുക്കറിയാം UPSC പ്രിലിംസ് ആസ് വെൽ ആസ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ജുഡീഷ്യറി. സോ മൾട്ടിപ്പിൾ കോൺടാക്സ്റ്റിൽ നമ്മൾ ജുഡീഷ്യറി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോയിന്റ്മെന്റിലെ collegium system and related problems like the issue of transparency, nepotism and favoritism and all. So reform, the need for reform in appointment നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ഇപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് the problems surrounding the removal process അല്ലെങ്കിൽ the reforms അല്ലെങ്കിൽ the concerns regarding removal process of Supreme Court as well as High Court judges. Okay, then second, lowering the age of juvenility for crimes is a step back. So ഇന്നത്തെ ഒരു ഫിലോസഫിക്കൽ ഒരു അല്ലെങ്കിൽ ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആർട്ടിക്കിൾ ആണ്. അതായത് ക്രൈം, നമുക്കറിയാം ക്രൈം ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഇന്റന്റ് ആണ്, ദ ഇന്റൻഷൻ. സോ ഒരു ക്രൈം ഒരാൾ ചെയ്യുമ്പോൾ ഈവൻ അത് അഡൾട്ട് ആവട്ടെ കുട്ടികളാവട്ടെ ആരും ആവട്ടെ ആ വ്യക്തിയുടെ ഇന്റന്റ് ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഒരു കൊലപാതകം ഇറ്റ് ക്യാൻ ബി ബോത്ത് എ മർഡർ അല്ലെങ്കിൽ കൾപ്പബിൾ ഹോംസൈഡ് അല്ലേ. സോ കുറ്റകരമല്ലാത്ത നരഹത്യ എന്നൊക്കെ നമ്മൾ പറയുന്നത്. സോ അവിടെ ഇന്റന്റ് ആണ് മാറ്റർ ചെയ്യുന്നത് അല്ലേ. സോ ആ ഇന്റന്റിനെ ചുറ്റിപ്പറ്റി ആണ് നമ്മുടെ ഡിസ്കഷൻ. ബിക്കോസ് ഒരു ഹീനിയസ് ക്രൈം ഒരു 18 വയസ്സിൽ താഴെ ഒരാൾ ചെയ്യുമ്പോൾ അതിന്റെ ലയബിലിറ്റി എന്താണ്, ആ ഏജ് ലിമിറ്റ് കുറയ്ക്കേണ്ടതുണ്ടോ എന്നുള്ള ഡിസ്കഷൻ ആണ്. ഇറ്റ്സ് എ തോട്ട് പ്രൊവോക്കിംഗ് ആർട്ടിക്കിൾ. ഓക്കെ, സോ ദെൻ തേർഡ് ആർട്ടിക്കിൾ മീനിങ്ലെസ് ഫോർമാലിറ്റി. സോ ഗവർണർ, ഓഫീസ് ഓഫ് ഗവർണർ, എഗെയിൻ ഒരു റിപ്പീറ്റിംഗ് തീമാണ് ഓഫീസ് ഓഫ് ഗവർണർ ആൻഡ് സറൗണ്ടിങ് ഇഷ്യൂസ്. സോ പർട്ടിക്കുലർലി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗവർണർ എല്ലാ വർഷത്തെയും ആദ്യത്തെ സെഷനിൽ ഒരു സ്പെഷ്യൽ അഡ്രസ് നടത്തണം. സോ അതില് ഗവർണർ എന്താ ചെയ്യുക, സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുന്ന റിപ്പോർട്ടാണ് വായിക്കേണ്ടത്. ബട്ട് അതിനെ ചുറ്റിപ്പറ്റി പല ഇഷ്യൂസ് ഇപ്പൊ റീസെന്റ് കേരളത്തിൽ നടന്നു, നമ്മൾ കണ്ടതാണ് ആ കോൺട്രവേഴ്സി. സോ അതിനെ ചുറ്റിപ്പറ്റി ഗവർണേഴ്സ് ഓഫീസിലെ ചില പ്രശ്നങ്ങൾ, എസ്പെഷ്യലി ഈ കോണ്ടെക്സ്റ്റ്, ഈ അഡ്രസ് ചെയ്യുന്നത് ഒരാവശ്യമാണോ, ഇസ് ഇറ്റ് റിയലി നീഡഡ്? സോ അതാണ് ചോദിക്കുന്നത്. ദെൻ ഫോർത്ത് ആർട്ടിക്കിൾ, വാട്ട് ഈസ് ബിഹൈൻഡ് ചൈനാസ് ലേറ്റസ്റ്റ് മിലിറ്ററി ഡ്രിൽ അറൗണ്ട് തായ്വാൻ. നമുക്കറിയാം ഇന്റർനാഷണൽ റിലേഷൻ ആസ് വെൽ ആസ് ജിയോ പൊളിറ്റിക്സിൽ ഒരുപാട് ഫ്ലാഷ് പോയിന്റ്സ് ഉണ്ട് അല്ലെ, ഒരുപാട് ഫ്ലാഷ് പോയിന്റ്സ്, സ്റ്റോപ്പ് പോയിന്റ്സ് ഒക്കെ ഉണ്ട് ബിക്കോസ് ഓഫ് കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ കൺട്രീസ്. ആൻഡ് UPSCക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഏരിയയും കൂടിയാണ്. അങ്ങനെ ഏറ്റവും ഹോട്ട് ആയിട്ടുള്ള ഒരു ഏരിയയാണ് തായ്വാൻ. ആൻഡ് റീസെന്റ് നമ്മൾ കണ്ടാണ് വെനസ്വേലയിലും സൊമാലിലാൻഡ് ആൻഡ് ഇറാൻ, യമൻ, ഇവിടെയൊക്കെ പല പല പ്രശ്നങ്ങളുണ്ട്. സോ ഇവിടെ ചൈന എന്ത് ചെയ്തു, തായ്വാന് ചുറ്റും അഗ്രസീവ്ലി മിലിറ്ററൈസ് ചെയ്തു. എസ്പെഷ്യലി പുതിയതായിട്ടൊരു ജസ്റ്റിസ് മിഷൻ 2025 എന്ന് ഒരു മിലിറ്ററി ഡ്രില്ല് ചൈന നടത്തി. സോ വാട്ട് ഈസ് ചൈന അപ് ടു, എന്തൊക്കെയാണ് അതിന്റെ റീസൺസ്? സോ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ദെൻ വൈ AI ഇൻഫ്രാസ്ട്രക്ചർ മാറ്റേഴ്സ്. സോ ഇന്നത്തെ ഒരു സീരിയസ് ഡിസ്കഷൻ തന്നെയാണ് AI ഇൻഫ്രാസ്ട്രക്ചർ. നമ്മൾ പൊതുവേ AIയുടെ ആപ്ലിക്കേഷനിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് AI എവിടെയൊക്കെ അപ്ലൈ ചെയ്യണം, ഗവേണൻസിൽ, അതേപോലെ തന്നെ ഓട്ടോമേഷനിൽ, പിന്നെ ബാങ്കിങ്ങിൽ, ഫിനാൻസിൽ, അങ്ങനെ പല രീതിയിൽ AIയുടെ ആപ്ലിക്കേഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് ദ ഇമ്പോർട്ടന്റ് ഓഫൺ അണ്ടർലുക്ഡ് അല്ലെങ്കിൽ ഓഫൺ ഓവർലുക്ഡ് ബട്ട് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഈസ് ഇൻഫ്രാസ്ട്രക്ചർ. AIയുടെ GPU, ഡേറ്റ സെന്റേഴ്സ്, ഈ കാര്യങ്ങൾ, എനർജി ഡിമാൻഡ് ഓഫ് AI, ഇതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് അതാണ് ഡിസ്കസ് ചെയ്യുന്നത് AI ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യങ്ങൾ അല്ലെങ്കിൽ അതിലെ ചലഞ്ചസ്. ഓക്കെ, സോ ദീസ് ആർ ദ ആർട്ടിക്കിൾസ്. സോ മൂവിംഗ് ഫോർവേഡ്. Okay, so we have an important announcement for you guys. That is our PCM batch admission is ongoing. So എല്ലാവരും എൻറോൾ ചെയ്യുക, ഇന്ന് എൻറോൾ ചെയ്യുക. ബിക്കോസ് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ UPSC പ്രിപ്പറേഷൻ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് നമ്മുടെ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് വി ഹാവ് എ ഹോളിസ്റ്റിക് PCM ബാച്ച്, പ്രിലിംസ്, മെയിൻസ്, CSAT ആസ് വെൽ ആസ് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ. ഇതെല്ലാം കൂടെ ഒറ്റ 11-month കോഴ്സ് ആയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബിക്കോസ് അവർ ഫൗണ്ടേഷണൽ പില്ലർ ഈസ് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്. ഇറ്റ്സ് അവർ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം. മൺഡേ മുതൽ സാറ്റർഡേ വരെ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് റൂം പ്രോഗ്രാം. ഫോർ എക്സാമ്പിൾ ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ഇന്റൻസ് ഡിബേറ്റ്സ്, റോൾ പ്ലേസ്, ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസ്, മെന്റർ ലെഡ് ഡിസ്കഷൻസ്, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇൻകൾക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് ഇന്നോവേറ്റീവ് പ്രോഗ്രാം ആണ്. ഇറ്റ്സ് വെൽ റിസർച്ച്ഡ് ആൻഡ് ഓർഗനൈസ്ഡ്. സോ ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആണ് ഞങ്ങളുടെ ഫൗണ്ടേഷണൽ പില്ലർ. ആൻഡ് ദെൻ വി ഹാവ് 24/7 പേഴ്സണലൈസ്ഡ് ഗൈഡൻസ് ആൻഡ് മെന്റർഷിപ്പ്. ഞങ്ങൾ പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ മെന്റർഷിപ്പ് കൊടുക്കുന്നുണ്ട്. മെയിൻസിന് ഡെയിലി മെന്റർഷിപ്പ് ആണ്, അത് അങ്ങനെ ഈസിലി ആരും കൊടുക്കുന്നില്ല. മെയിൻസിന് വേണ്ടി ഡെയിലി മെന്റർഷിപ്പ് ആസ് വെൽ ആസ് പ്രിലിംസിന് വീക്ക്ലി 2 മെന്റർഷിപ്പ് സെഷൻസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ വളരെ ലിമിറ്റഡ് സീറ്റ്സ് ആണ്. സോ ഇന്ന് തന്നെ എൻറോൾ ചെയ്യുക. ആൻഡ് you have an important offer, that is please use this promo code M3A 2027 to get up to 40% discount. 40% discount. Please use my promo code M3A 2027. So guys, please consider this. It's an important announcement. Okay, so let's go forward. So in the first article, judicial removal
ടഫ് ലോ വിത്ത് എ ലൂപ്പ് ഹോൾ. സോ നമുക്കറിയാം ഇപ്പൊ കുറച്ചായിട്ട് കറണ്ട് അഫയേഴ്സിൽ അത്രയും റെലവെന്റ് ആയ ടോപ്പിക്കാണ് ജുഡീഷ്യറി. നമ്മൾ കഴിഞ്ഞ DND-യിലൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്താണ് ദ കൊളീജിയം സിസ്റ്റം. അതായത് സുപ്രീം കോടതിയിലെ അപ്പോയിന്റ്മെന്റ് കൊളീജിയം വഴിയാണ്. സോ ആ കൊളീജിയത്തിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ഡിസ്കഷൻസ്, ഹൗ ഇറ്റ്സ് കോസിംഗ് ഒപ്പേക്നെസ്, ഹൗ ഇറ്റ്സ് ടാർണിഷിംഗ് ദ ഇന്റഗ്രിറ്റി, സംടൈംസ് ഇന്റഗ്രിറ്റി ഓഫ് ദ ജുഡീഷ്യറി, ഹൗ ഇറ്റ്സ് ക്രിയേറ്റിംഗ് നെപ്പോട്ടിസം ആൻഡ് ഫേവറിറ്റിസം ആൻഡ് ഓൾ. സോ നമ്മൾ എന്ത് ചെയ്തു, കൊളീജിയം സിസ്റ്റത്തിന്റെ റിഫോർമേഷൻസിനെ കുറിച്ചൊക്കെ, അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അതിന്റെ നീഡിനെ കുറിച്ചൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്താണ്. ഓൾസോ UPSC മെയിൻസിൽ പെർസ്പെക്ടീവിലൊക്കെ ജുഡീഷ്യൽ റിഫോംസ്, എസ്പെഷ്യലി അപ്പോയിന്റ്മെന്റ് പ്രോസസ്, NJAC ഇഷ്യൂ, ഇതെല്ലാം നമുക്ക് അറിയുന്നതാണ്. അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന അപ്പോയിന്റ്മെന്റിനെ കുറിച്ചാണ്. നൗ ദ റിമൂവൽ പ്രോസസ്. സോ അപ്പോയിന്റ്മെന്റും റിമൂവൽ പ്രോസസ്സും എല്ലാം ഇപ്പം ഒരുപാട് ക്രിറ്റിസിസം അല്ലെങ്കിൽ ഒരുപാട് ചേഞ്ചസ് ആവശ്യപ്പെട്ട് പല ആർട്ടിക്കിൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഡെഫിനറ്റ്ലി നമ്മൾ പ്രിലിംസിന് ജുഡീഷ്യറി എന്നുള്ള ടോപ്പിക് വൃത്തിക്ക് പഠിച്ചിട്ട് വേണം പോകാൻ. സോ കമ്മിങ് ബാക്ക് ടു ദ ആർട്ടിക്കിൾ, ഈ ആർട്ടിക്കിൾ പ്രൈമറിലി ഡിസ്കസ് ചെയ്യുന്നത് ദ റിമൂവൽ പ്രോസസ് ഓഫ് ജഡ്ജസ് ഇൻ സുപ്രീം കോടതി ആസ് വെൽ ആസ് ഹൈക്കോടതി. അതെങ്ങനെയാണ് ആ പ്രോസസ് എന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീസെന്റ് ഇന്ത്യ ബ്ലോക്കും MP-മാർ എല്ലാവരും കൂടെ കൂടി GR സ്വാമിനാഥൻ എന്ന ജസ്റ്റിസിനെ, മദ്രാസ് ഹൈക്കോടതി ജസ്റ്റിസിനെ റിമൂവ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു മോഷൻ. സോ ആ മോഷൻ എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് ജഡ്ജസ് റിമൂവ് ചെയ്യുമ്പോൾ പ്രോസസ് ഡീറ്റെയിൽ ആയിട്ട് പറയും. സോ ഈ ജഡ്ജിനെ GR സ്വാമിനാഥനെ റിമൂവ് ചെയ്യാൻ വേണ്ടി 107 MP-മാര് അവരുടെ സമ്മതം അറിയിച്ചിരിക്കുകയാണ്. They have given a notice to the speaker Om Birla, okay, to conduct a motion. So 13 ചാർജസ് ആണ് ഈ പറഞ്ഞ ജസ്റ്റിസിനെതിരെ വന്നിട്ടുള്ളത്, ഇൻക്ലൂഡിങ് against സെക്യുലർ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ്. സോ കോൺസ്റ്റിറ്റ്യൂഷണൽ ഈവൻ പ്രിയാമ്പിളിലും മറ്റ് ഫണ്ടമെന്റൽ റൈറ്റിലും DPSP-ലൊക്കെ പറഞ്ഞിട്ടുള്ള സെക്യുലർ പ്രിൻസിപ്പിൾസിനെതിരെ പ്രവർത്തിച്ചു എന്ന രീതിയിലാണ് ഈ ഹൈക്കോടതി ജസ്റ്റിസിനെതിരെ ചാർജ്. 13 ചാർജസിൽ ഒരു ചാർജ് വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ്, ദാറ്റ് ഈസ് സെക്യുലറിസം. ഓക്കെ, സോ ഇതിനെ ഇൻ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഈ ആർട്ടിക്കിൾ മനസ്സിലാക്കണമെങ്കിൽ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ സുപ്രീം കോടതി ജഡ്ജസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജസ് ആർ റിമൂവ്ഡ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ആസ് ഐ സെഡ്, ജുഡീഷ്യറിയുടെ അപ്പോയിന്റ്മെന്റ് ആണെങ്കിലും റിമൂവൽ ആണെങ്കിലും വളരെ സ്ട്രിഞ്ചന്റ് പ്രൊവിഷൻസ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എൻവിസാജ് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് എന്താണ്, ജുഡീഷ്യറി in India is independent. They enjoy highest security because എന്താണ്, ജുഡീഷ്യറി ആക്ട് ചെയ്യുന്നത് ആർക്കെതിരെയാണ്, അഗെയിൻസ്റ്റ് ഓവർറീച്ച് ഓഫ് എക്സിക്യൂട്ടീവ്. സോ എക്സിക്യൂട്ടീവ് ഒരു പവർഫുൾ അതോറിറ്റിയാണ്. സോ അവർക്കെതിരെയൊക്കെ ഇവർക്ക് ആക്ട് ചെയ്യണമെങ്കിൽ ദേ നീഡ് ടു ബി ഇൻഡിപെൻഡന്റ്, റൈറ്റ്? അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന്റെ ഏജന്റ് ആയിട്ട് മാറാം, അവരെ ഫേവർ ചെയ്യാം. സോ അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യും, എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഒരുപോലെ ഒരേ സൈഡിൽ നിൽക്കുകയാണെങ്കിൽ ജനങ്ങളുടെ റൈറ്റ്സ് പോവാം, ഗവേണൻസിനെ ബാധിക്കാം. സോ അതുകൊണ്ടാണ് there is some level of protection അല്ലെങ്കിൽ independence and security provided to the judiciary. That is the rationale. So നമുക്കറിയാം there are lot of provisions giving security and independence to the judiciary. For example, the appointment process itself is mostly free from executive അല്ലെങ്കിൽ largely free from executive because of the collegium system. So appointment process highly എന്താണ്, ഇൻഡിപെൻഡന്റ് ആണ്. Then Article 50 of the Constitution itself says that there should be a separation of executive from judiciary. Then there is a security of tenure. See, നോട്ട് ചെയ്യേണ്ട കാര്യം, ഫിക്സഡ് ടെന്യൂർ കോൺസ്റ്റിറ്റ്യൂഷൻ ഫിക്സ് ചെയ്തിട്ടില്ല, ബട്ട് സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ കൊടുക്കുന്നുണ്ട്. ആൻഡ് എന്താണ്, സാലറീസും അലവൻസസും ഒന്നും അവരുടെ ഡിസഡ്വാൻറ്റേജ് ആവുന്ന രീതിയിലേക്ക് കുറയ്ക്കാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് ഒരുപാട് എന്ത് കൊടുക്കുന്നുണ്ട്, ഇൻഡിപെൻഡൻസ് ആസ് വെൽ സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ട്. ഇനി റിമൂവൽ പ്രോസസ്സിലും ഇറ്റ്സ് നത്തിങ് ഡിഫറെന്റ്, ബട്ട് ഹയസ്റ്റ് പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് അമെന്റ്മെന്റ് തന്നെയാണ്, അല്ലെങ്കിൽ അമെന്റ്മെന്റ് അല്ല, മെജോറിറ്റി ആണ് വേണ്ടത്. ദാറ്റ് ഈസ് 2/3 മെജോറിറ്റി ഓഫ് ദ പേഴ്സൺസ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ദ മെജോറിറ്റി ഓഫ് ദാറ്റ് ഹൗസ്. സോ ആ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തുള്ളത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് റിമൂവൽ പ്രോസസ് എന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 124 ക്ലോസ് 4 ആൻഡ് ക്ലോസ് 5 ആണ് ഡീൽ ചെയ്യുന്നത്, ദ റിമൂവൽ ഓഫ് ജഡ്ജസ്. സുപ്രീം കോടതി ജഡ്ജസ് ആണ് ആർട്ടിക്കിൾ 2124 ആൻഡ് ഇത് 218 ആണ്, 217 ആൻഡ് 218 ആണ് ഹൈക്കോടതി ജഡ്ജസിന്. ഓക്കെ, രണ്ട് പ്രോസസ്സും സിമിലർ ആണ്. സോ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലെ വേറെ ആക്ട് എന്താ പറഞ്ഞിട്ടുള്ളത്, എ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് ഷാൽ നോട്ട് ബി റിമൂവ്ഡ് ഫ്രം ഹിസ് ഓഫീസ് എക്സെപ്റ്റ് ബൈ ആൻ ഓർഡർ ഓഫ് ദ പ്രസിഡന്റ്. സോ പ്രസിഡന്റ് ആണ് ഓർഡർ പാസ്സാക്കുന്നത്. ആഫ്റ്റർ, പ്രസിഡന്റ് അങ്ങനെ വെറുതെ പാസ്സാക്കാൻ പറ്റില്ല, ആഫ്റ്റർ ആൻ അഡ്രസ് ബൈ ഈച്ച് ഹൗസ് ഓഫ് ദ പാർലമെന്റ് supported by a majority of the total membership of the house and by a majority of not less than 2/3 of the members present and voting. So present and voting it has been presented to the president in the same session for such a removal on the grounds of proved misbehavior or incapacity. So ഇതൊരു lengthy complex sentence ആണ്. ഇതിൽ പറയുന്നത് എന്താണ്, ജഡ്ജസിനെ റിമൂവ് ചെയ്യണമെങ്കിൽ, സുപ്രീം കോടതി ജഡ്ജസിനെ റിമൂവ് ചെയ്യണമെങ്കിൽ പ്രസിഡൻഷ്യൽ ഓർഡർ മസ്റ്റ് ആണ്. ബട്ട് ഈ ഓർഡർ സിംപിൾ വരാൻ പാടില്ല, ഇറ്റ് ഷുഡ് ബി ഫ്രം ദ ഹൗസ്, that is from the parliament, through a majority of 2/3 present and voting which is greater than the majority. മെജോറിറ്റിനേക്കാളും ആ ഹൗസിലെ മെജോറിറ്റി എത്രയാണോ അതിനേക്കാൾ കൂടുതൽ ആവുകയും വേണം 2/3 present and voting. ഈ രണ്ട് കണ്ടീഷൻ ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യണം. ദാറ്റ് ഈസ് ഇപ്പൊ 100 മെമ്പേഴ്സ് ആണല്ലെങ്കിൽ 50 മെമ്പേഴ്സ് എന്തായാലും ആവണം, ബിക്കോസ് ഗ്രേറ്റർ ദാൻ മെജോറിറ്റി ആവണം. ആൻഡ് 100 പേരിൽ 90 പേരും പ്രസന്റ് ആണെങ്കിൽ ഇതിന്റെ
2/3, ദാറ്റ് ഇസ് 60 മെമ്പേഴ്സിന്റെ വോട്ട് എന്തായാലും വേണം. സോ ഈ രണ്ട് കണ്ടീഷനും 2/3 ആവണം, 50-നേക്കാളും കൂടുതലും ആവണം ഇഫ് ദ സ്ട്രെങ്ത് ഈസ് 100. സോ ഇതാണ് ഇതിൽ പറയുന്നത്. സോ ആ പ്രോസസ് വേണം. ആൻഡ് ഇമ്പോർട്ടന്റ്, there are only 2 grounds given the constitution, that is proved misbehavior or incapacity. Okay, ഇനി അഞ്ചാമത്തെ ക്ലോസിൽ പറയുന്നത് പാർലമെന്റ് മേ ബൈ ലോ റെഗുലേറ്റ് ദ പ്രൊസീജിയർ ഫോർ ദ പ്രസന്റേഷൻ ഓഫ് അഡ്രസ് ആൻഡ് ഫോർ ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പ്രൂഫ് ഓഫ് ദ മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി ഓഫ് ജഡ്ജ് അണ്ടർ ക്ലോസ്. സി ഈ പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ഇൻകപ്പാസിറ്റി എന്താണ്, ഇത് ഡിഫൈൻ ചെയ്യേണ്ടേ. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും പാർലമെന്റിന് നിയമം ഉണ്ടാക്കാം. സോ പാർലമെന്റ് അങ്ങനെ ഉണ്ടാക്കിയ നിയമമാണ് ജഡ്ജസ് ഇൻക്വയറി ആക്ട് 1961. സോ ഇതാണ് പാർലമെന്റ് ഉണ്ടാക്കിയ ആക്ട്. സോ ഈ പ്രോസസ് എല്ലാം മനസ്സിലായെങ്കിൽ വി ഷുഡ് ഗോ ഓൺ ടു ജഡ്ജസ് ഇൻക്വയറി ആക്ട്. സോ അത് പറയാം. സോ അതാണ്. സോ റിമൂവൽ പ്രോസസ് പറഞ്ഞു. ആൻഡ് അതിൽ ഒരു കാര്യം പറയാനുള്ളത്, സംടൈംസ് വി യൂസ് ദ വേർഡ് ഇംപീച്ച്മെന്റ്, ബട്ട് ടെക്നിക്കലി ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇംപീച്ച്മെന്റ് എന്ന വാക്ക് പ്രസിഡന്റിന്റെ റിമൂവലുമായിട്ടാണ് പറയുന്നത്. സുപ്രീം കോടതി ജഡ്ജസിനെയും ഹൈക്കോടതി ജഡ്ജസിനെയും റിമൂവൽ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നൗ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 124 ക്ലോസ് 4-5 അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. അതിൽ 2 റീസൺസ് ആണ് പറയുന്നത്, പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ആൻഡ് ഇൻകപ്പാസിറ്റി. സോ ഇതെന്താന്ന് പറയുന്നത്. സോ ഇൻ ദിസ് ആർട്ടിക്കിൾ ഇറ്റ് ഈസ് ക്ലിയർലി സെഡ് ദാറ്റ് സുപ്രീം കോടതി തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത്, പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ആൻഡ് ഇൻകപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ജഡ്ജസിന് വരുന്ന ഫ്രിവലസ് ആയിട്ടുള്ള ഒരു എററോ ഒന്നുമല്ല, ബട്ട് വിൽഫുൾ മിസ്കണ്ടക്ട്. That is, there should be the misconduct implies actuation of some degree of mens rea available. അതായത് ഈ ഡൂവർ ഇത് ഏത് ജഡ്ജാണോ ഏത് ജഡ്ജിനെതിരെയാണോ ഈ ചാർജസ് ഉള്ളത്, ആ ജഡ്ജിന്റെ ഭാഗത്ത് സീരിയസ് ആയിട്ട് വിൽഫുൾ ഇന്റൻഷണൽ ആയിട്ട് മിസ്റ്റേക്ക് വരണം ഓൺ ദ ലൈൻസ് ഓഫ് കറപ്ഷൻ അല്ലെങ്കിൽ ഡിസ്ഓണർ. ആ ജഡ്ജിന്റെ ആക്ട് ആ കോർട്ടിന്റെ ഇന്റഗ്രിറ്റിയും ഓണറിനെയും ടാർണിഷ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി. അല്ലെങ്കിൽ വിൽഫുൾ ഡിസ്കണ്ടക്ട്, നമ്മൾ മനഃപൂർവ്വമായിട്ടുള്ള ആക്ട് ആയിരിക്കണം. ആൻഡ് ഇന്റഗ്രിറ്റിനെ ബാധിക്കണം, ഓണസ്റ്റിനെ ബാധിക്കണം, ഈ രീതിയിൽ കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ജസ്റ്റ് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ പറ്റുന്ന ചെറിയ മിസ്റ്റേക്സോ സില്ലി എറേഴ്സോ ഒന്നും പ്രൂവ്ഡ് മിസ്ബിഹേവിയറിലോ ഇൻകപ്പാസിറ്റിയിലോ വരില്ല. സോ ഓക്കെ, സോ ഇത്രയും പറഞ്ഞു. ആൻഡ് 2 റീസൺസ് ആൻഡ് പാർലമെന്റ്, ആസ് ഐ സെഡ് പാർലമെന്റിന് ക്ലോസ് 5 പറയുന്നു പാർലമെന്റിന് ലോ ഉണ്ടാക്കാം. അങ്ങനെ പാർലമെന്റ് ഉണ്ടാക്കിയ ലോയാണ് ജഡ്ജസ് ഇൻക്വയറി ആക്ട്. സോ ഇനി ഈ ആർട്ടിക്കിൾ പറയുന്നത് ഈ ആക്ടിൽ ഉള്ള ചെറിയ ലൂപ്പ് ഹോൾ ആണ്. ബിക്കോസ് the operation of a serious constitutional provision for the removing an unworthy judge can still be thwarted. So ഈ ആർട്ടിക്കിളിന്റെ കോറ്, അതായത് ജുഡീഷ്യറി എന്തിനാണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മുടെ റൈറ്റ്സിനെ ഇല്ലാതിരിക്കാനും എക്സിക്യൂട്ടീവിന്റെ ഓവർ റീച്ച് ഒക്കെ തടയാനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണോ ഈ നേഷൻ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാനുള്ള ഉത്തരവാദിത്തമുള്ള ആളുകളാണ് ആര്, സുപ്രീം കോടതി ജഡ്ജും ഹൈക്കോടതി ജഡ്ജിമാരൊക്കെ. സോ ഈ ജഡ്ജസ് എപ്പോഴാണോ അൺവർത്തി ആവുന്നത് ത്രൂ പ്രൂവ് മിസ്ബിഹേവിയർ ആൻഡ് ഇൻകപ്പാസിറ്റി, ഇങ്ങനെ വരുമ്പോൾ ഇവരെ റിമൂവ് ചെയ്യേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു സീരിയസ് കറപ്ഷൻ കേസ് നമ്മൾ കണ്ടു ഇൻവോൾവിംഗ് എ ജഡ്ജ്, റൈറ്റ്. സോ ആ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ഇവരെ റിമൂവ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഈ പ്രോസസ്സ് ഇത് ഇത്രയും സ്ട്രിഞ്ചന്റ് ആവുമ്പോൾ അതെന്തെങ്കിലും പ്രശ്നത്തിലേക്ക് നയിക്കുന്നുണ്ടോ? ക്യാൻ ഇറ്റ് ലീഡ്? സി സെക്യൂരിറ്റി എന്തിനാണ് ആക്ച്വലി ഇത്രയും സ്ട്രിഞ്ചന്റ് പ്രൊവിഷൻ ആക്കിയിട്ടുള്ളത്? ബിക്കോസ് എന്താണ്, ജുഡീഷ്യറി വിൽ ബി ആക്ടിങ് അഗെയിൻസ്റ്റ് ദ സ്ട്രോങ്ങസ്റ്റ് പേഴ്സൺസ് ഇൻ എ നേഷൻ, ലൈക്ക് മിനിസ്റ്റേഴ്സ്, MPs ആൻഡ് ഓൾ. സോ ഇവർക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ഇവർക്ക് പ്രൊട്ടക്ഷൻ വേണ്ടേ, ജഡ്ജസിനും ഹൈക്കോടതി ജഡ്ജസിനൊക്കെ. സോ അതിനാണ് ഇത്രയും സ്ട്രിഞ്ചന്റ് പ്രൊവിഷൻസ്. അല്ലെങ്കിൽ ജഡ്ജസ് എന്ത് ചെയ്യും, സ്ട്രോങ് ആയിട്ട് ആക്ഷൻസ് എടുക്കില്ല. ബൈ ദ പ്രിൻസിപ്പിൾ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് ഫോളോ ചെയ്യാതെ വരാം. സോ ഇത് വിചാരിച്ചിട്ടാണ് ഇത്രയും, ഈ ഒരു റാഷണൽ കൊണ്ടാണ് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ക്ലോസസ് കൊടുക്കുന്നത്. സോ വി ക്യാൻ ഗോ ഓൺ ടു സ്റ്റഡി വാട്ട് ഈസ് ജഡ്ജസ് ഇൻക്വയറി ആക്ട്. ഓക്കെ, സോ നമ്മൾ ഇതെല്ലാം പറഞ്ഞു. ഇനി ജഡ്ജസ് ഇൻക്വയറി ആക്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ആ 2 റീസൺസ്, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന 2 റീസൺസ്, അലിഗേഷൻ, ആ 2 റീസൺ പറയപ്പെടുന്ന ജഡ്ജസിനെതിരെ എന്ത് ചെയ്യണം, ആദ്യം ഒരു മോഷൻ ഇനീഷ്യേറ്റ് ചെയ്യണം. സോ ഈ ആർട്ടിക്കിൾ തുടങ്ങുന്നത് തന്നെ ആ മോഷനെ കുറിച്ച് പറഞ്ഞിട്ടാണ്. എന്ത്, there has been much attention on 107 MPs in the Lok Sabha having given notice for an impeachment motion. So impeachment motion എന്ത് ചെയ്യണം, ആദ്യം ഇനീഷ്യേറ്റ് ചെയ്യണം. സോ ഇനീഷ്യേറ്റ്, ഫസ്റ്റ് സ്റ്റേജ് ഇസ് ഇനീഷ്യേഷൻ. ഓക്കെ, സോ ഈ റിമൂവൽ മോഷൻ ഇനീഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ലോകസഭയിലോ രാജ്യസഭയിലോ ആർക്ക് വേണമെങ്കിൽ ഇനീഷ്യേറ്റ് ചെയ്യാം. If it is in the Lok Sabha, 100 MPs should back this motion. അല്ലെങ്കിൽ രാജ്യസഭയിലാണെങ്കിൽ 50 members should back this motion. So first initiation stage. Then this is the most controversial stage, admission stage. So initiate ചെയ്ത് കഴിഞ്ഞാൽ സ്പീക്കറിലേക്ക് എത്തും, ഇങ്ങനെ ഒരു മോഷൻ ഞങ്ങൾക്ക് നടത്തണം. സോ സ്പീക്കർ പ്ലീസ് അഡ്മിറ്റ് ദിസ് മോഷൻ എന്ന് പറഞ്ഞൊരു മോഷൻ എത്തിക്കഴിഞ്ഞാൽ there are 2 options for the speaker, that is speaker or the chairman. Okay, ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭ രണ്ടിൽ പറ്റും. സ്പീക്കർ ആൻഡ് ചെയർമാൻ. സോ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ അഡ്മിറ്റ് ചെയ്യാം ഈ ഇനീഷ്യേഷൻ, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. സോ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കോൺട്രോവേഴ്സി ഈ ആർട്ടിക്കിൾ പ്രകാരം വരുന്നത്. സോ ഫസ്റ്റ് സ്റ്റേജ് ഇനീഷ്യേഷൻ കഴിയുന്നു, സെക്കൻഡ് സ്റ്റേജ് അഡ്മിഷൻ അല്ലെങ്കിൽ റിജക്ഷൻ. ഇഫ് അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ മൂന്നാമത്തെ സ്റ്റേജ്, ദാറ്റ് ഈസ് ഇൻവെസ്റ്റിഗേഷൻ.
സോ അന്വേഷണം നടത്തുക. എന്ത്? പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ആൻഡ് ഇൻകപ്പാസിറ്റി ആവണം. സോ പ്രൂവ് ചെയ്യേണ്ടേ, ഇറ്റ് ഷുഡ് ബി എ പ്രൂവ്ഡ് മിസ്ബിഹേവിയർ. സോ ടു പ്രൂവ് ദാറ്റ് there is an investigation by a high level committee comprising 3 members, that is Supreme Court judge, High Court Chief Justice or a distinguished jurist. So ഒരു ഹൈ ലെവൽ ജുഡീഷ്യൽ കമ്മിറ്റിയാണ് ഈ പ്രൂവ്ഡ് മിസ്ബിഹേവിയറും ഇൻകപ്പാസിറ്റിയും അന്വേഷിക്കാൻ വേണ്ടി വരുന്നത്. സോ ഇനി എന്ത് ചെയ്യുന്നു? ഈ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഒരു ഗിൽട്ട് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? പാർലമെന്റ് ആ ചാർജസിനെതിരെ വോട്ട് ചെയ്യുന്നു. സോ അങ്ങനെ വോട്ട് ചെയ്യുന്നതാണ് ആസ് പെർ പാർലമെന്റിലേക്ക്, അത് വോട്ടിങ്ങിലേക്ക് പോകുന്നു, വോട്ടിംഗ് സ്റ്റേജിലേക്ക് പോകുന്നു. വോട്ട് ചെയ്യുമ്പോൾ 2 ഹൗസിലും അത് എങ്ങനെയാണ് പാസ്സാവേണ്ടത്? as I said, 2/3 of the members present and voting should be accepting that, should be voting for that. So അത് സംഭവിക്കാൻ വേണം ആ ഹൗസിലെ മെജോറിറ്റി ഓഫ് ദ MPs-നേക്കാളും വലിയ വേണം നമ്പർ. സോ a majority of not less than 2/3 of the members of the house vote present and voting has been presented to the president. So 4th stage ആണ് എന്ത്? പാർലമെന്ററി വോട്ട്. സോ സ്പെഷ്യൽ മെജോറിറ്റി, ടോട്ടൽ മെമ്പേഴ്സ് പ്ലസ് 2/3 പ്രസിഡന്റ് വോട്ടിംഗ്. സോ ഫൈനലി എന്ത് ചെയ്യുന്നു? അങ്ങനെ പാസ്സായി കഴിഞ്ഞാൽ ഇറ്റ് വിൽ റീച്ച് ദ പ്രസിഡന്റ്. സോ പ്രസിഡന്റ് എന്ത് ചെയ്യുക? ഫൈനലി പ്രസിഡൻഷ്യൽ ഓർഡർ. പ്രസിഡന്റ് എന്ത് ചെയ്യും? If president passes by assenting to that motion, then the judge stand removed. The so-called judge will be removed. So ഇതാണ് മൊത്തം പ്രോസസ്സ്. സോ ഇറ്റ് വിൽ ബി ഇനീഷ്യേറ്റഡ് ബൈ 100 MPs from Lok Sabha or 50. Then admission stage, as I said, ഇതാണ് ഏറ്റവും കോൺട്രവേഴ്സി. We will be discussing about it. And finally presidential order. So ഇതാണ് ഈ ആർട്ടിക്കിൾ 4-നെ ആക്ച്വലൈസ് ചെയ്യാൻ വേണ്ടി ആർട്ടിക്കിൾ 24-ൽ വന്നിട്ടുള്ള പ്രസിഡൻഷ്യൽ ഓർഡർ. ഓക്കെ. സോ ഇനി ഈ ആർട്ടിക്കിളിലെ കോൺട്രവേഴ്സിനെ കുറിച്ച് കിടക്കാം. സി ഇവിടെ as I said, ഈ അഡ്മിഷൻ സ്റ്റേജിൽ സ്പീക്കർ എന്ത് ചെയ്യാം? സ്പീക്കർ can either accept or reject. സോ അവിടെയാണ് പ്രശ്നം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ആർട്ടിക്കിൾ പറയുന്നു എന്ത്? സ്പീക്കറിന് ഇങ്ങനെ ഒരു റൈറ്റ് കൊടുക്കുമ്പോൾ it may lead to a loophole. അതായത് the operation of a serious constitutional provision for removing an unworthy judge can still be thwarted. ഈ പ്രോസസ്സിനെ മൊത്തം അണ്ടർമൈൻ ചെയ്യാൻ പറ്റും എപ്പോ? സ്പീക്കർ, when speaker act like an agent of the government. ഫോർ എക്സാമ്പിൾ, ഗവൺമെന്റിന് ഫേവർ ചെയ്യുന്ന, ഗവൺമെന്റിനെതിരെയുള്ള ഒരു കേസിൽ ഗവൺമെന്റിന് ഫേവർ ചെയ്തിട്ട് ഒരു ജഡ്ജ് നിയമം പാസ്സാക്കുന്നു. സോ ആ ജഡ്ജിനെതിരെ ഒപ്പോസിഷൻ വേണമെങ്കിൽ ദിസ് ജഡ്ജ് ഹാസ് ആക്ടഡ് ഇൻ എ ബയസ്ഡ് മാനർ എന്നൊക്കെ പറഞ്ഞ് ഒരു മോഷൻ പാസ്സാക്കിയെന്ന് വിചാരിക്കും. സോ എന്ത് ചെയ്യാൻ പറ്റും? ആ മോഷനെ അഡ്മിറ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നുള്ളത് ആർക്ക് തീരുമാനിക്കാൻ പറ്റും? സ്പീക്കറിന്. സോ ആ മോഷൻ 100 MPമാർ സൈൻ ചെയ്ത മോഷൻ സിംപ്ലി സ്പീക്കർ എന്നൊരു വ്യക്തിക്ക് വേണമെങ്കിൽ റിജക്ട് ചെയ്യാം. അങ്ങനെ റിജക്ട് ചെയ്യുമ്പോൾ മേ ബി എന്ത് ചെയ്യാണ്? എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിലുള്ള ആ ഒരു ഫേവറൈറ്റിസം വേണമെങ്കിൽ ഈ സ്പീക്കറിന്റെ റോളിലൂടെ നടത്താൻ പറ്റും. സോ ആ ഇൻഡിപെൻഡൻസ്, ആ ഇന്റഗ്രിറ്റി വേണമെങ്കിൽ പോവാം. സോ ആസ് സെഡ് ഇൻ ദിസ് ആർട്ടിക്കിൾ, the speaker, the power of the speaker to choose whether to admit or to reject can lead to a favoritism. അതാണ് ഒരു മേജർ ഇഷ്യൂ. സോ ഇതൊരു ലൂപ്പ് ഹോൾ ആയിട്ട് വരാം. സോ ആർട്ടിക്കിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, thus the operation of serious constitutional provision for removing an unworthy judge can be thwarted by the whims and fancies of a government. So ഗവൺമെന്റിന്റെ ഫ്രണ്ട്സ് എന്നുള്ള നിലയ്ക്ക് ഗവൺമെന്റ് സൈഡ് ചെയ്യുന്ന ജഡ്ജസിനെ വേണമെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാം. സോ അതാണ് ഇതിന്റെ ഒരു ലൂപ്പ് ഹോൾ. ബട്ട് അതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, വൈ ഇത്രയും സ്ട്രിഞ്ചന്റ് ആയിട്ട് പ്രൊവിഷൻസ് എന്തുകൊണ്ടാണ് കൊടുത്തത്? ബിക്കോസ് ഇതിനൊരു വേറെ വശം കൂടി ഉണ്ട്. ബിക്കോസ് ഫ്രിവുലസ് ആയിട്ടുള്ള കേസസ് വരാം. ഈ സെയിം സാധനം ഒപ്പോസിഷനും ചെയ്യാം. എന്ത്? സിംപ്ലി ജുഡീഷ്യറിയിലേക്ക് എന്ത് ചെയ്യാം? ആവശ്യമില്ലാതെ ജഡ്ജസിനെതിരെ, സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ജഡ്ജസിനെതിരെയും കേസുകൾ കൊണ്ടുവരാം. എയ്തർ പാർട്ടീസ്, ബി റൂളിംഗ് പാർട്ടി ഓർ ഒപ്പോസിഷൻ പാർട്ടി, ഏത് പാർട്ടിക്ക് വേണമെങ്കിലും ഫ്രിവുലസ് ആയിട്ട് ജഡ്ജസിനെതിരെ കേസ് കൊടുക്കാം. സോ എന്ത് ചെയ്യും? ഇങ്ങനെ ഫ്രിവുലസ് ചാർജസ് സിംപ്ലി വരുമ്പോൾ പ്രഥമ ദൃഷ്ടിയ അതിലൊരു കേസ് ഇല്ല എങ്കിൽ പോലും ആ കേസ് ഈ സ്പീക്കർ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? വെറുതെ ഇത്രയും വലിയ ഹൈ ലെവൽ ജുഡീഷ്യൽ ഇൻക്വയറി ഒക്കെ നടത്തുമ്പോൾ ജഡ്ജസിന്റെ മൊറാല് ഇടിയാം. അവരെന്ത് ചെയ്യും? ആക്ട് ചെയ്യുമ്പോൾ എന്താ പറയുക, പ്ലേയിങ് ഇറ്റ് സേഫ്, ആവശ്യമില്ലാതെ എന്ത് ചെയ്യുന്നു? സീരിയസ് ആയിട്ടുള്ള സ്ട്രോങ് ബോൾഡ് ആയിട്ടുള്ള ആക്ഷൻസ് ഒന്നും എടുക്കാതെ വരാം. സോ ടു സോൾവ് ദാറ്റ് എന്ത് ചെയ്യാം? ഈ ഫ്രിവുലസ് പെറ്റീഷൻസോ ഫ്രിവുലസ് ചാർജസ് വരുന്നത് ഔട്ട്റൈറ്റ് ആയിട്ട് സ്പീക്കറിന് റിജക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ടു ഗീവ് സം പ്രൊട്ടക്ഷൻ എന്താണ്? സ്പീക്കറിന് വേണമെങ്കിൽ തീരുമാനിക്കാം. അപ്പം എന്താണ്? ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ. ആൻഡ് സെപ്പറേഷൻ ഓഫ് പവേഴ്സും ആണ്. ബിക്കോസ് സ്പീക്കർ എന്താണ്? പൊതുവെ സ്പീക്കർ ഈസ് നോട്ട് പാർട്ട് ഓഫ് ദി ഗവൺമെന്റ്, റൈറ്റ്? സ്പീക്കർ ആ ചെയർമാൻ ആണ്, ഹി ഷുഡ് ബി ഇംപാർഷ്യൽ, റൈറ്റ്? സോ ആക്ച്വലി ഈ ഇംപാർഷ്യൽ സ്പീക്കർ ആയിട്ട് ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ഇറ്റ് മേ നോട്ട് കോസ് എനി പ്രോബ്ലം. സോ അഗെയിൻ ഇംപാർഷ്യാലിറ്റി ഓഫ് ദ സ്പീക്കർ ആണ് അഗെയിൻ ഒരു ഡിസ്കഷനിൽ വരുന്നത്. ബിക്കോസ് UPSC-യുടെ ഒരു ഫേവറേറ്റ് ടോപ്പിക് തന്നെയാണ് ഇംപാർഷ്യാലിറ്റി ഓഫ് ദ സ്പീക്കർ, റൈറ്റ്? ഓൾസോ നമ്മളിപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ ടോപ്പിക്സ് കാണുന്നുണ്ട് regarding anti-defection law in the speaker decision and how sometimes speaker is acting as an agent of the government, right? So that is the discussion. Please നമുക്ക് prelims and mains point of view ഡീറ്റെയിൽ ആയിട്ട് അറിയണം. ആർട്ടിക്കിൾ 124 ആണ്, ജഡ്ജസ് ഇൻക്വയറി ആക്ട് ആണ്.
then these facts, two reasons ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്, പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ആൻഡ് ഇൻകപ്പാസിറ്റി. ഇത് പ്രൂവ് ചെയ്യാനാണ് ഹൈ ലെവൽ ജുഡീഷ്യൽ കമ്മിറ്റി ഇടുന്നത്. സോ ആദ്യം ഇനീഷ്യേറ്റ് ചെയ്യുന്നു, അതിന് 100 ലോകസഭാ മെമ്പേഴ്സ് അല്ലെങ്കിൽ 50 രാജ്യസഭാ മെമ്പേഴ്സ്, അത് സ്പീക്കറിന്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ചെയർമാൻ്റെ അടുത്ത് എത്തുന്നു. അവിടെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ they will constitute a 3-member committee including Supreme Court judge or chief justice, high court chief justice and a distinguished jurist. ഇനി ഇവര് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യണം മിസ്ബിഹേവിയർ ആൻഡ് ഇൻകപ്പാസിറ്റി. അങ്ങനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ചാർജ് വിൽ ഗോ ടു വോട്ടിംഗ് സ്റ്റേജ് ആൻഡ് അവിടെ 2/3% ആൻഡ് വോട്ടിംഗ് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ദ മെജോറിറ്റി. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ പ്രസിഡന്റിലേക്ക് എത്തും. പ്രസിഡന്റിന് ഫൈനൽ ഓർഡർ പാസ് ചെയ്യാം റിമൂവൽ ഓഫ് ജഡ്ജിനെ. അങ്ങനെ റിമൂവൽ പാസ് ചെയ്യുകയാണെങ്കിൽ ദ ജഡ്ജ് സ്റ്റാൻഡ് റിമൂവ്. ഇനി ഇങ്ങനെ ഇതുവരെ ഇന്ത്യയിൽ ഒരു ജഡ്ജും റിമൂവ് ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു പ്രാവശ്യം ഇങ്ങനെ ഈ പ്രോസസ് എല്ലാം പോയി പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ഇൻകപ്പാസിറ്റി പ്രൂവ് ചെയ്തെങ്കിൽ പോലും ഫൈനൽ വോട്ടിംഗ് സ്റ്റേജിൽ ആ പ്രോസസ് ഇല്ലാതായി. ഓക്കെ, സോ അതാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. സോ വി ഷുഡ് ബി ഏബിൾ ടു ബാലൻസ് ബോത്ത് സൈഡ്, റൈറ്റ്? ബിക്കോസ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറിക്ക് ചില ഇൻഡിപെൻഡൻസും സെക്യൂരിറ്റിയും കൊടുക്കേണ്ടതുണ്ട്. സോ ഈവൻ അപ്പോയിന്റ്മെന്റ് പ്രോസസ്സിലെ കൊളീജിയത്തിലാണെങ്കിലും റിഫോംസ് ക്രിട്ടിക്സ് ഇങ്ങനെ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് വി നീഡ് റിഫോംസ്, ഈവൻ ദ ഗവൺമെന്റ് ഈസ് ആസ്കിംഗ് ഫോർ റിഫോംസ്. സിമിലർലി റിമൂവൽ പ്രോസസ്സിൽ അഗെയിൻ ഡിസ്കഷൻ ദ നീഡ് ഫോർ റിഫോം. ഓക്കെ, സോ നെക്സ്റ്റ് ആർട്ടിക്കിൾ, വൈ AI infrastructure matters more. See again, നമുക്കറിയാം discussion is concentrating on AI, artificial intelligence. Because നമ്മൾക്കറിയാം we are living in an era where data is the new oil. Data ആണ് ഇനി അങ്ങോട്ട് കാര്യങ്ങൾ, especially the industrial revolution 4.0 will be shaped by a nation's capability in AI chips and all. സോ നമുക്കറിയാം AI is so crucial and രാജ്യങ്ങളും നേഷൻസും പോളിസീസ് എല്ലാം ഇപ്പൊ AI എങ്ങനെ പുഷ് ചെയ്യണം, AI എങ്ങനെ സ്കെയിൽ ചെയ്യണം, AIക്ക് വേണ്ട റോ മെറ്റീരിയൽസ് ഒക്കെ എവിടെ ഇമ്പോർട്ട് ചെയ്യണം, സെമി കണ്ടക്ടേഴ്സ്, ഈ രീതിയിലൊക്കെയാണ് പല പോളിസീസ്, പല സ്ട്രാറ്റജിക് ഡിസിഷൻസും രാജ്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ദ റീസെന്റ് പാക്സ് സിലിക്ക ഓർഗനൈസേഷൻ ഒക്കെ ക്രിട്ടിക്കൽ മിനറൽസും സെമി കണ്ടക്ടേഴ്സിനൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു വാല്യൂ ചെയിൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റ് ആണ് ഫോം ചെയ്തത്, അല്ലേ? So in this article we will be discussing an often overlooked aspect of AI, that is developing AI infrastructure. ബിക്കോസ് ഇന്ത്യയിൽ നമ്മൾ എപ്പം AI കുറിച്ച്, AI എങ്ങനെ സ്കെയിൽ ചെയ്യണം, AI ഡെവലപ്പ് ചെയ്യണം, ഈ രീതിയിലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പൊതുവെ AIയുടെ ആപ്ലിക്കേഷനാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് AIയുടെ ആപ്ലിക്കേഷൻ എങ്ങനെ കൂട്ടാം, ദാറ്റ് ഈസ് ഓട്ടോമേഷൻ, പ്രൊഡക്ടിവിറ്റി ടൂൾസ്, ചാറ്റ് ബോട്ട്, എഫിഷ്യൻസി ഗെയിൻസ്, ഈ രീതിയിൽ AIനെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് ദ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഈസ് ക്രിയേറ്റിംഗ് AI ഇൻഫ്രാസ്ട്രക്ചർ. ബിക്കോസ് ഈ AI എന്ന ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ദാറ്റ് ഈസ് ഡേറ്റ സെന്റേഴ്സ്, GPU, ദ എനർജി റിക്വയർമെന്റ്, ഇതെല്ലാം കൂടുതൽ എഫിഷ്യന്റ് ആക്കാനും ഇത് സ്കെയിൽ അപ്പ് ചെയ്യാനും ശ്രമിക്കുന്നത് അത്ര പരിഗണനയിൽ വരുന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടാസ്ക് ആൻഡ് ഇറ്റ് ഈസ് ഹാർഡ് ടു. സോ അതാണ് ഈ ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആൻഡ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ആർട്ടിക്കിൾ ഈസ് ഇന്ത്യ എന്ത് ചെയ്തു, ഒരു വൈറ്റ് പേപ്പർ, India's recent white paper on democratizing access to AI infrastructure. See, democratizing AI infrastructure. AI infrastructure like access democratize ചെയ്യണം. India has always stood for AI for all. എല്ലാവർക്കും, എസ്പെഷ്യലി ഗ്ലോബൽ സൗത്തിനൊക്കെ AIയുടെ കൂടുതൽ ആക്സസ് വേണം എന്ന രീതിയിലാണ് ഇന്ത്യ എപ്പോഴും അതിനൊരു പ്രൊപ്പണന്റ് ആണ്. ഫോർ എക്സാമ്പിൾ ദ കമ്മിങ് AI ഇമ്പാക്ട് സമ്മിറ്റ് 2026 ഈസ് ഹോസ്റ്റഡ് ബൈ ഇന്ത്യ, റൈറ്റ്? സോ ഇന്ത്യ അതിനുവേണ്ടി അജണ്ട ഇപ്പോഴേ സെറ്റ് ചെയ്തു, AI ഫോർ ഓൾ, ആക്സസ് ഫോർ ഓൾ ആയി. സോ അതിന് മുമ്പ് ആയിട്ട് വൈറ്റ് പേപ്പറിൽ ഡെമോക്രാറ്റൈസിങ് ആക്സസ് ടു AI ഇൻഫ്രാസ്ട്രക്ചർ. ബിക്കോസ് ഇപ്പോൾ AIയുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ AIയുടെ ഇൻഫ്രാസ്ട്രക്ചർ, അതിനുവേണ്ട മോഡൽസ്, ഡാറ്റ സെന്റേഴ്സ് എല്ലാം പർട്ടിക്കുലർ റീജിയൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് അറിയുന്ന AI, ChatGPT, ഇറ്റ്സ് an American company. സിമിലർലി ചൈനയ്ക്കും ഒരുപാട് AIയിൽ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ട്. സോ ദിസ് വിൽ റിസ്ക് ഇന്ത്യ, ദിസ് വിൽ make India, this can cause India into defensive position. So അതെങ്ങനെ മനസ്സിലാക്കാം? Because for India it's not only about access, it is also about strategic autonomy, computation powers, even sovereignty. Because just ഒരു കാര്യം ആലോചിച്ച് നോക്കുക, ഇന്ത്യ ഈസ് ജനറേറ്റിംഗ് 20% ഓഫ് ദ ടോട്ടൽ ഗ്ലോബൽ ഡേറ്റ. ലോകത്തിലെ ടോട്ടൽ 20% ഡാറ്റയും ഇന്ത്യയിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്. ബട്ട് ഇന്ത്യയിൽ വെറും 3% മാത്രമേ ഗ്ലോബൽ ഡേറ്റ സെന്റേഴ്സ് ഉള്ളൂ. സോ ദിസ് ഇസ് എ സ്റ്റാർക്ക് ആസിമെട്രി, റൈറ്റ്? നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഡാറ്റയുടെ അത്ര പോലും, അതിന് പകുതി പോലും ഡാറ്റ സെന്റേഴ്സ് നമുക്കില്ല. സോ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങോട്ട് ലീഡ് ചെയ്യുന്നത് AIയുടെ ഏറ്റവും ക്രിട്ടിക്കൽ ഇൻപുട്ട് ആയിട്ടുള്ള ഡേറ്റ. ആസ് ഐ സെഡ്, ഡേറ്റ ഇസ് ദ ന്യൂ ഓയിൽ. ഈ ഡാറ്റയ്ക്ക് വേണ്ടി നമ്മൾ വേറെ ഫോറിൻ കൺട്രീസിലേക്ക് റിലേ ചെയ്യപ്പെടാം. It can affect our strategic autonomy and cause a risk for data sovereignty. What data sovereignty? Data sovereignty means ഒരു രാജ്യത്ത് ജനറേറ്റ് ചെയ്യുന്ന ഡാറ്റയുടെ മൊത്തം അവകാശം, അതെങ്ങനെ പ്രോസസ് ചെയ്യണം, അതെവിടെ പ്രോസസ് ചെയ്യണം, അതെവിടെ സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ അതിന്റെ ലീഗൽ ജൂറിസ്ഡിക്ഷൻ, അതിന്റെ മറ്റ് ആസ്പെക്ടുകളെല്ലാം ആ രാജ്യത്തിന് തന്നെ തീരുമാനം എടുക്കാൻ പറ്റണം. ലൈക്ക് സോവറൈനിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ഇന്റേണൽ എക്സ്റ്റേണൽ മാറ്റേഴ്സ് എല്ലാം ഒരു രാജ്യത്തിന്റെ കംപ്ലീറ്റ് തീരുമാനങ്ങൾ ആ രാജ്യം തന്നെ തീരുമാനിക്കാം. സിമിലർലി ആ സാധനം ഡാറ്റയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെയാണ് ഡേറ്റ സോവറൈനിറ്റി എന്ന് പറയുന്നത്. സോ ആ ഡേറ്റ സോവറൈനിറ്റി ഉറപ്പുവരുത്തണമെങ്കിൽ വി നീഡ് മോർ ഡേറ്റ സെന്റേഴ്സ്, വി നീഡ് മോർ ഇൻഫ്രാസ്ട്രക്ചർ വിച്ച് ആർ എസെൻഷ്യൽ ഫോർ സ്കെയിലിംഗ് അപ്പ് AI. സോ അതാണ് ഡിസ്കസ് ചെയ്യുന്നത്.
സോ ഓക്കെ, സോ അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കറിയേണ്ട കാര്യം, ഇൻ ദിസ് ആർട്ടിക്കിൾ ഇറ്റ് സെയിങ് ദാറ്റ് ദർ ആർ ടു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഫോർ എ ഐ. ദാറ്റ് ആർ, എ ഐക്ക് രണ്ട് ഇമ്പോർട്ടന്റ് ലെയർ ഉണ്ട്. ഫസ്റ്റ് ഈസ് ഫിസിക്കൽ ലെയർ ആൻഡ് ദെൻ കംസ് ദ ഡിജിറ്റൽ ലെയർ. ഈ ഫിസിക്കൽ ലെയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ GPU. The GPU like a chip, it is like a chip for a computer. GPU is for AI. സോ ഈ GPU ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കമ്പനിയാണ് NVIDIA പോലത്തെ കമ്പനീസ് ഒക്കെ. അതുകൊണ്ടാണ് എന്ത് അമേരിക്ക NVIDIA കമ്പനീന്റെ എക്സ്പോർട്ട്, അതിന്റെ ഏറ്റവും അടിപൊളി ചിപ്സ് ഒന്നും എന്ത് ചെയ്യുന്നത് ചൈനയ്ക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് റെസ്ട്രിക്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടായത്. ബിക്കോസ് അമേരിക്ക ഡസൻ വാണ്ട് ചൈന ടു ഡോമിനേറ്റ് ഇൻ ദി സെക്ടർ. സോ GPUs അതിലൊരു ഇമ്പോർട്ടന്റ് ഫിസിക്കൽ ആസ്പെക്ട് ആണ്. എനർജി, AI by design is energy intensive. It is also water intensive. അതുകൊണ്ട് ഒരുപാട് കൂളിംഗ് സിസ്റ്റം വേണം. സോ അതിൽ എഫിഷ്യന്റ് ഒരു കൂളിംഗ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് വി ആർ relying on water cooling system. So it can cause a water stress. So it is both energy intensive as well as water intensive. Then we need data centers and we need more data. Data ആണ് ഏറ്റവും ക്രിട്ടിക്കൽ ഇൻപുട്ട്. സോ ഈ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ AI വളരെ ഇമ്പോർട്ടന്റ് ആണ്. Then comes the digital infrastructure, that is the core on which AI is built, the LLM, the governance structure, the protocol, data protection rules and all. These are called or algorithms. Simply പറയുകയാണെങ്കിൽ algorithms. So ഈ physical infrastructure or digital infrastructure രണ്ട് ഇമ്പോർട്ടന്റ് ആണ്. And specifically this article deals in physical infrastructure. What is the importance of physical infrastructure and how it is overlooked. So അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ദിസ് വൈറ്റ് പേപ്പറിൽ, ഇന്ത്യ അവതരിപ്പിച്ച വൈറ്റ് പേപ്പറിൽ പറയുന്നത് ഇന്ത്യക്ക് AI ഇൻഫ്രാസ്ട്രക്ചർ സ്കെയിൽ ചെയ്യണം. അറ്റ് ദ സെയിം ടൈം ദ ഫോക്കസ് ഈസ് ഓൺ ആക്സസ് ആസ് ദ ഡെസ്റ്റിനി. AI ഫോർ ഓൾ, ഡെമോക്രറ്റൈസിങ് AI. വെസ്റ്റിലും കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ വി നീഡ് AI ഫോർ ഓൾ. ആൻഡ് അതിനുള്ള പ്രധാനപ്പെട്ട കുറെ ചലഞ്ചസ് ഇതിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ദ റിസ്ക് ഓഫ് കോൺസെൻട്രേഷൻ. Because globally, നിങ്ങൾക്ക് സ്ക്രീൻ കാണാം, globally AI infrastructure is becoming increasingly centralized. വളരെ സ്മോൾ ഫേംസിന്റെ കയ്യിലാണ് ചിപ്പ് മാനുഫാക്ചറിങ്, എൻറ്റയർ മാനുഫാക്ചറിങ് ചെയിൻ അടക്കം ചില രാജ്യങ്ങൾ കയ്യേറിയിരിക്കുകയാണ്. സോ ഹൈ ബാരിയർ, എൻട്രി ബാരിയർ ഉണ്ടാക്കുന്നു. അത് കാരണം എന്താ, ഈവൻ കൺസ്യൂമേഴ്സ് വരെ ഹൈ കോസ്റ്റിലേക്ക് AI വിൽക്കപ്പെടാം. Then ഇങ്ങനെ സംഭവിക്കുമ്പോൾ ദിസ് ഇസ് റിസ്കിംഗ് ഇന്ത്യസ് എക്കണോമിക് ആൻഡ് സ്ട്രാറ്റജിക് ഓട്ടോണമി, ബിക്കോസ് വി വിൽ ബി ഡിപ്പെൻഡിംഗ് ഓൺ an external country. ആൻഡ് സപ്പോസ് ഇഫ് വി ആർ ഡിപ്പെൻഡിംഗ് ഓൺ ചൈന, ചൈനയുടെ വിംസ് ആൻഡ് ഫാൻസീസിനനുസരിച്ച് ഇന്ത്യയുടെ AI സിസ്റ്റം ടാർണിഷ് ആവാം. ആൻഡ് ദിസ് ഇസ് ഇൻ ആൻ എറ where everything is dependent upon AI. So India can't risk that. Okay, and it can also cause bargaining powers. Bargaining power കുറയാം. സി ഈവൻ റഷ്യ-ഉക്രൈൻ വാറിൽ തന്നെ നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയിൽ ഇമ്പോർട്ട് ചെയ്തപ്പോൾ ഇന്ത്യക്ക് ഒരുപാട് ഇഷ്യൂസ് സംഭവിക്കും. റെസിപ്രോക്കൽ താരിഫ് വരെ അതിന്റെ ഒരു മറുവശമാണ്. ബിക്കോസ് നമ്മൾ എന്താ, അൾട്ടിമേറ്റ്ലി ദ കോർ പ്രോബ്ലം ലൈസ് ഇൻ ദ ഡിപെൻഡൻസി ഓൺ അതർ കൺട്രി ഓൺ എ ക്രിട്ടിക്കൽ ഇൻപുട്ട് ലൈക്ക് ഓയിൽ. സോ ഇനി ഇന്ത്യക്ക് ഇനി ഇതുപോലത്തെ ഒരു പ്രശ്നം ഇനി ഉണ്ടാവരുത് വെൻ ഡാറ്റ ഇസ് ദ ന്യൂ ഓയിൽ. ഓക്കെ, സോ ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് സസ്റ്റൈനബിലിറ്റി. ഈ വൈറ്റ് പേപ്പറിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സസ്റ്റൈനബിലിറ്റി ഇഷ്യൂ ഉണ്ട്. ബിക്കോസ് ഇന്ത്യ ഈസ് മൂവിങ് ഹൈലി പോപ്പുലേറ്റഡ്, ഒരുപാട് ഗ്രോയിങ് ഡെവലപ്പിംഗ് സ്റ്റേജിലേക്ക് പോവാണ്. ആ സ്റ്റേജിൽ ഒരുപാട് എനർജി ഡിമാൻഡ് ഉണ്ട്. ബിക്കോസ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എനർജി കൺസ്യൂം. ആൻഡ് AI by design is energy intensive. So ഒരുപാട് AI ജനറേറ്റ് ചെയ്യുമ്പോൾ we need more energy. So scaling up our renewable energy capacity is important. So ശാന്തി ബില്ലൊക്കെ നമ്മൾ ഈ അവസരത്തിൽ ഓർക്കണം. ഓക്കെ, ആൻഡ് ഓൾസോ എനർജി എഫിഷ്യന്റ് കൂളിംഗ് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കണം. പ്രോപ്പർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തണം ഇൻ ക്രിയേറ്റിംഗ് GPUs ആൻഡ് കൂളിംഗ് സിസ്റ്റം. ഓക്കെ, ആൻഡ് ഫൈനലി നമുക്കറിയാം, സ്റ്റേറ്റ് മാത്രം വിചാരിച്ചാൽ ഈ സെക്ടറിൽ സ്കെയിൽ അപ്പ് ചെയ്യാൻ പറ്റൂല. ടു ഇൻവോക്ക് എക്കണോമീസ് ഓഫ് സ്കെയിൽ വി നീഡ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്സ്, വി നീഡ് മോർ പ്രൈവറ്റ് പ്ലേയേഴ്സ്. സോ ഇത് കുറച്ച് ലിബറലൈസ് ചെയ്യേണ്ടതുണ്ട് ഈ സെക്ടറിനെ. ആൻഡ് ഓക്കെ, ഓൾസോ AIയുടെ അഡോപ്ഷനിലും കുറച്ച് മിസ്മാച്ച് ഉണ്ട്. അൺഈവൻ അഡോപ്ഷൻ ആണ്. ബിക്കോസ് ഓൾറെഡി മെച്യൂർ ആയിട്ടുള്ള ഫൈനാൻസ്, ബാങ്കിങ്, ഏത് ടെക് അഡോപ്ഷൻ വന്നാലും അത് ഫസ്റ്റ് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മേഖല തന്നെയാണ് ബാങ്കിങ് ആൻഡ് ഫൈനാൻസ്. സോ ഫിനാൻസും ഇ-കൊമേഴ്സും IT-ലും മാത്രമല്ലാതെ അഗ്രികൾച്ചർ, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിക് സർവീസിലൊക്കെ ഇത് അഡോപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ആൻഡ് ഫൈനലി ഇന്ത്യ ഡെമോക്രറ്റൈസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ത്യക്ക് ഒരുപാട് മിഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇന്ത്യസ് പോളിസി നാഷണൽ AI മിഷൻ, അതിന് ഒരുപാട് സബ് പില്ലേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഭാഷിനി, വെർനാക്കുലർ ലാംഗ്വേജസിൽ AI പ്രൊവൈഡ് ചെയ്യുകയാണ്. ബിക്കോസ് AI യൂഷ്വലി ഇംഗ്ലീഷ് ഡോമിനേറ്റഡ് ആണ്. സോ ഇന്ത്യയിൽ മൾട്ടിപ്പിൾ ഡൈവേഴ്സിറ്റി, പ്ലൂറലിസ്റ്റിക് കൺട്രിയാണ്, ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. സാധാരണക്കാരന് ഇംഗ്ലീഷ് അറിയണമെന്നില്ല. സോ വെൻ AI ഈസ് ഡിക്റ്റേറ്റിംഗ് ഗവേണൻസ്, AI ഈസ് വർക്കിംഗ് ഓൺ ഇംഗ്ലീഷ്. സോ അത് നമ്മൾ ശ്രദ്ധിക്കണം. വി നീഡ് ലോക്കലൈസേഷൻ. നമ്മുടെ ഇൻഡിജിനസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കണം ബേസ്ഡ് ഓൺ വെർനാക്കുലർ ലാംഗ്വേജസ്. ദാറ്റ് ഈസ് വെർ ഭാഷിനി ഇനീഷ്യേറ്റീവ് അണ്ടർ AI മിഷൻ കംസ്. ദർ ഇസ് ഓൾസോ an AI കോഷ് ആൻഡ് TGD. ഓൾസോ ഇതിലൊരു ഡീറ്റെയിൽ ആയിട്ട് വേറൊരു കോൺസെപ്റ്റ് പറയുന്നത്, ദാറ്റ് ഈസ് ട്രീറ്റിംഗ് AI ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ പബ്ലിക് ഗുഡ്. Because India is one of the best examples in that field. Because India has created a decent digital public infrastructure like UPI system, Aadhaar systems and all. So idoru Aadhaar systemine nammal UPI systemine digital good aaki vechadukond, DPI digital public infrastructure good aaki vechadukond it is democratized.
എല്ലാം അത് ബേസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഈസി ഫോർ അനദർ പ്ലേയേഴ്സ് ടു ആക്സസ് ദാറ്റ്. സിമിലർലി AI ഇൻഫ്രാസ്ട്രക്ചറും DPI ലെവലിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ട്രീറ്റ് ഇറ്റ് ആസ് എ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ. ആൻഡ് ഫൈനലി നമുക്കറിയാം AI ഡിസ്കഷൻ എപ്പോൾ വന്നാലും ദർ ഇസ് എ റിസ്ക് ഓഫ് ബയസ് ആൻഡ് പൊട്ടൻഷ്യൽ മിസ് ഹാപ്പനിങ്സ് ഡ്യൂ ടു AI അഡോപ്ഷൻസ്. സോ AI നമ്മൾ ഇന്നോവേറ്റ് ചെയ്യുമ്പോൾ ദർ ഷുഡ് ബി ക്ലിയർ ഗവേണൻസ് സ്റ്റാൻഡേർഡ്സ്. We should allow innovation, but not at the cost of eroding citizens' trust. So, a phased, modular, trust-based adoption of AI is the need of the hour. Okay, and as the article suggests, access is the destiny. So, India, as India is already going to host the AI Impact Summit, and India is a world, a huge player when it comes to ഗ്ലോബൽ സൗത്ത്, റൈറ്റ്? സോ ഗ്ലോബൽ സൗത്തിന്റെ ഒരു ലീഡർ എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ ഒരുപാട് ഒരു ക്ലിയർ പാത്ത് ഇന്ത്യക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് കോൺസെൻട്രേഷൻ അല്ല, അതുപോലെ തന്നെ സ്റ്റേറ്റ് മോണോപ്പൊളൈസേഷനും അല്ല, ബട്ട് പബ്ലിക് ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇനേബിൾഡ് ബൈ DPI, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ആൻഡ് ട്രസ്റ്റ് ബേസ്ഡ് ഗവേണൻസ്. ഓക്കെ, so the article is ending like the choice will be made not in code but in infrastructure. So India should choose so that India can enhance its inclusive growth, resilient governance and digital sovereignty. So in discussion ഒരുപാട് കീവേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? വാട്ട് ഈസ് AI ഇൻഫ്രാസ്ട്രക്ചർ, ഡെമോക്രറ്റൈസേഷൻ ഓഫ് AI ഫോർ ഓൾ, ഡാറ്റ സോവറൈനിറ്റി. ഡാറ്റ സോവറൈനിറ്റി പറയുമ്പോൾ തന്നെ ഇന്ത്യക്ക് ഡാറ്റ സോവറൈനിറ്റിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു ആക്ട് ഉണ്ട്, DPDPA ആക്ട്, ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട്, റൈറ്റ്? സോ ആ ആക്ടിനെ കുറിച്ച് ഓർക്കുക. യൂറോപ്യൻ യൂണിയനും സിമിലർ ആയിട്ടുള്ള ആക്ട് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് വി ടോക്ട് അബൌട്ട് GPUs. Then finally AI bias, because data bias is AI bias. It is often said that it is not the AI, but the people who are coding AI is more dangerous. So AI is coding, that's AI working. Okay. So it was a lengthy discussion. So next article, lowering the age of juvenility for crimes is a step back. See, Juvenile Justice Act. So next article, lowering the age of juvenility for crime is a step back. See, നമുക്കറിയാം ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ആ ക്രൈമിലേക്ക് നയിച്ച വ്യക്തി അല്ലെങ്കിൽ ആ ക്രൈം ചെയ്ത ആൾ, so next article, lowering the age of juvenility for crime is a step back. സോ നമുക്കറിയാം ഒരു ക്രൈം ചെയ്യുമ്പോൾ ആ വ്യക്തി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് ദ പേഴ്സൺ ഡൂയിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഹിസ് തിങ്കിങ്. ഇനി ഏതൊരു ക്രൈമും അത് ഒരു അഡൽട്ട് ആവട്ടെ ഒരു കുട്ടിയാവട്ടെ ആര് ചെയ്താലും ഇന്റൻഷൻ മാറ്റേഴ്സ്. ആ വ്യക്തിയുടെ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ക്രൈം, ഇതിനനുസരിച്ചൊക്കെ പണിഷ്മെന്റ് ഡിഫറെന്റ് ആണ്. സോ ഇവൻ അഡൽട്ട് ചെയ്യുന്ന ക്രൈമിൽ പോലും എന്തുണ്ട്, ആ ഒരു കോഗ്നിറ്റീവ് റാഷണൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും മെന്റൽ അണ്ടർ ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ മേ ബി വെറുതെ വിട്ടേക്കാം. സോ ഇവൻ ഒരു മർഡർ കേസ് പോലും ഇന്റൻഷൻ അനുസരിച്ച് മർഡറോ കൾപ്പബിൾ ഹോമിസൈഡോ ഒക്കെ ആയി മാറാം. സോ ഇന്റൻഷൻ ആൻഡ് ദ ലെവൽ ഓഫ് അവർ കോഗ്നിറ്റീവ് ലെവൽ മാറ്റേഴ്സ്, റൈറ്റ്? സോ ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ് നമുക്കറിയാം ഈ നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ ഒരു ഫിലോസഫി, അതായത് ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുന്നത് ഒരു അഡൽട്ട് അല്ലെങ്കിൽ ചൈൽഡ്. അഡൽട്ട് ആണ് ക്രൈം ചെയ്യുന്നതെങ്കിൽ എന്താണ്, നോർമലി എല്ലാ നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം, BNSS, BSS, അതിന് എല്ലാ വകുപ്പുകൾ വരും. നമ്മുടെ ജുഡീഷ്യറിയിലെ ഫുൾ ട്രയൽ പ്രോസസ്സ് പോകണം, അവസാനം ജയിലിൽ വേണമെങ്കിൽ പോകേണ്ടി വരും, പണിഷ്മെന്റും ഏൽക്കേണ്ടി വരും. ബട്ട് ഇനി ഒരു ചൈൽഡ് ദാറ്റ് ഈസ് ലെസ് ദാൻ 18 years ഓൾഡ് ആണെങ്കിൽ അവർ ജുഡീഷ്യറി സിസ്റ്റം എന്താണ്, does not treat them similar to an adult, because എന്താണ് 18 വയസ്സിൽ താഴെ അല്ലെങ്കിൽ കുട്ടി എന്ന് നമ്മൾ വിളിക്കുന്ന ചൈൽഡ് എന്ന് നമ്മൾ വിളിക്കുന്ന കുട്ടികൾ എന്ന് വിളിക്കുന്ന ആളുകൾക്ക് എന്താണ്, മെന്റലി ഒരു അഡൽട്ടിന്റെ അത്ര ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. കോഗ്നിറ്റീവ്ലി they are different, they have the ability to reform, they are amenable, അതായത് അവരുടെ ചിന്താഗതി ഇനിയും മാറ്റാം. there is opportunity for rehabilitation and also അവരുടെ ബുദ്ധിയും അവരുടെ ചിന്താഗതിയൊന്നും ഉറച്ചിട്ടില്ല എന്നൊരു വിശ്വാസത്തിലാണ് നമ്മൾ ആ ഒരു ഫിലോസഫിയാണ് ഫോളോ ചെയ്യുന്നത്. ബട്ട് എന്ത് ചെയ്തു, 2012 ഒരു സീരിയസ് ഇൻസിഡന്റ് ഉണ്ടായി, ഡൽഹി ഗ്യാങ് റേപ്പ്. അതിനുശേഷം 2012 ഉണ്ടായ ഡൽഹി ഗ്യാങ് റേപ്പില് ഒരു ക്രൈം ചെയ്ത ഒരു വ്യക്തി വാസ് എ മൈനർ. സോ അന്ന് ഒരു പബ്ലിക് ഔട്ട്ക്രൈ ഉണ്ടായി റിഗാർഡിങ് സീരിയസ് ക്രൈംസ്, ഹീനിയസ് ക്രൈംസ് എന്ന് വിളിക്കപ്പെടുന്ന, ദാറ്റ് ഈസ് 7 വർഷത്തിൽ കൂടുതൽ തടവോ ശിക്ഷയോ ലഭിക്കാവുന്ന ക്രൈമിനെയാണ് ഹീനിയസ് ക്രൈം ചെയ്യുന്നത്. ലൈക്ക് റേപ്പ്, മേർഡർ, അങ്ങനെ വലിയ എന്താ പറയാ തീക്ഷ്ണതയേറിയ കുറ്റങ്ങൾ ചെയ്യുന്ന ക്രൈം ചെയ്യുന്ന മൈനേഴ്സിനെതിരെ എന്ത് ചെയ്തു, ഒരു ഔട്ട് ക്രൈ. ബിക്കോസ് ആ ഡൽഹി ഗ്യാങ് റേപ്പ് അത്രയും ഇന്ത്യനെ പിടിച്ചുലച്ച ഒരു ഇൻസിഡന്റ് ആണ്. സോ 2012 നടന്ന ആ ഒരു ഇൻസിഡന്റിന് ശേഷം എന്ത് ചെയ്തു, അതിനെ ഫോളോ ചെയ്ത് 2015 ഒരു ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉണ്ട്. ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ എന്ത് ചെയ്തു, ഈ 18 വയസ്സിൽ താഴെ, ദാറ്റ് ഈസ് 16 to 18 years ഓൾഡ് ആയിട്ടുള്ള കുട്ടികളെ എന്ത് ചെയ്യാം,
കൺസിഡറിങ് ദെയർ മെന്റൽ ഡെവലപ്മെന്റ്, ദെയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ക്രൈം, ഈ ക്രൈമിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്, അത് കാരണം ഉണ്ടാകുന്ന ഇംപ്ലിക്കേഷൻസ്, ചലഞ്ചസ്, ഇതെല്ലാം മനസ്സിലാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ എല്ലാ പ്രോസസ്സും ഫോളോ ചെയ്യുന്ന രീതിയിലേക്ക് ആ കുട്ടിയെ മാറ്റാം. ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസ്ഫർ സിസ്റ്റം. എന്ത്? ട്രാൻസ്ഫർ സിസ്റ്റം. സോ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ ഭാഗമായിട്ട് വന്ന ട്രാൻസ്ഫർ സിസ്റ്റം, ദ നെയിം ഇറ്റ് സെൽഫ് സേസ് ട്രാൻസ്ഫർ ചെയ്യാണ്. ജുവനൈൽ ആയിട്ടുള്ള ഈ കുട്ടിയെ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യാണ് ഇൻ ടു വാട്ട്? എൻറ്റയർ അഡൾട്ടിന് എങ്ങനെയാണോ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ആ പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ 16 to 18 ഇയേഴ്സ് ആണ് അതിന്റെ ത്രെഷോൾഡ്. ബട്ട് ഈ ആർട്ടിക്കിളിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ പറയുന്ന ഈ 16 ഇയേഴ്സിന്റെ മുകളിൽ സീരിയസ് ക്രൈം ചെയ്യുന്ന ഏതൊരു ചൈൽഡ് ആണെങ്കിൽ പോലും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ സമ്മതമുണ്ടെങ്കിൽ അവരൊരു അനാലിസിസ് നടത്തും. ഈ കുട്ടിക്ക് മെന്റൽ കപ്പാസിറ്റി ഉണ്ടോ, ഈ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടോ ഈ കുട്ടി ചെയ്ത ക്രൈം എന്നുള്ള വിലയിരുത്തലിന് ശേഷം അവരുടെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടാം ടു ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം. സോ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കറന്റ് ഇപ്പൊ സംഭവിച്ചത് പ്രൈവറ്റ് മെമ്പർ പാർലമെന്റിൽ ഒരു പ്രൈവറ്റ് മെമ്പർ ബിൽ വന്നിരിക്കുകയാണ്. എന്ത്? ടു റെഡ്യൂസ് ദിസ് ത്രഷോൾഡ് ടു 14 ഇയേഴ്സ്. ഇതിനെ വീണ്ടും ലോവർ ചെയ്യുക. എന്ത്? 16 ഇയേഴ്സ് എന്ന ഈ ത്രഷോൾഡ്, ഹീനിയസ് ക്രൈം ചെയ്യുന്ന ആളുകൾ 14 എന്ന് പറയുന്ന കുട്ടികൾ 14 ഇയേഴ്സ് വരെയുള്ള 16 മുതൽ 14 ആ 2 ഇയേഴ്സ് ഗ്യാപ്പിലേക്ക് 14 to 16 ഇയേഴ്സിലെ കുട്ടിയാണെങ്കിൽ പോലും ട്രാൻസ്ഫർ സിസ്റ്റത്തിന്റെ ആക്കണം എന്നുള്ള രീതിയിൽ ഒരു പ്രൈവറ്റ് മെമ്പർ ബിൽ വന്നിരിക്കുകയാണ്. സോ ജസ്റ്റ് പ്രിലിംസ് ഫാക്ട്, പ്രൈവറ്റ് മെമ്പർ ബിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ്? സിംപ്ലി മെമ്പേഴ്സ് MPs who are not part of the executive, മിനിസ്റ്റർ അല്ലാത്ത MPമാരാണ് പ്രൈവറ്റ് മെമ്പർ. സോ പ്രൈവറ്റ് മെമ്പർ ബില്ല് അവതരിപ്പിച്ചിരിക്കുകയാണ് ടു റെഡ്യൂസ് ദ ത്രഷോൾഡ് ഫ്രം 16 to 14 ഇയേഴ്സ്. സോ ഈ ആർട്ടിക്കിളിന്റെ ഹോൾ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഓതർ ഷീസ് ആൻ ആക്ടിവിസ്റ്റ് ഫോർ ചൈൽഡ് റൈറ്റ്സ് ആൻഡ് ജുവനൈൽ ജസ്റ്റിസ്. സോ അദ്ദേഹത്തിന്റെ ഇത് പ്രകാരം ഇങ്ങനെ ലോവർ ഏജ് ചെറുതാക്കുന്നത്, ലോവർ ചെയ്യുന്നത്, ത്രഷോൾഡ് കുറയ്ക്കുന്നത് ഈസ് എഗെയിൻസ്റ്റ് നാച്ചുറൽ ജസ്റ്റിസ് ടു ദ ചിൽഡ്രൻ. ഇതൊരു റിഗ്രസീവ് സ്റ്റെപ്പാണ്. ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ബിക്കോസ് ഇറ്റ് ഈസ് ലൈക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ജസ്റ്റ് പണിഷ്മെന്റിലാണ് ഫോക്കസ് ചെയ്യുന്നത്, കുട്ടികളിലേക്ക് ബ്ലെയിം ചെയ്യാണ്. മറിച്ച് ആ കാര്യത്തിൽ നമ്മുടെ ഫിലോസഫി എങ്ങനെയാണ് ഒരു ചൈൽഡിനെ ആ ചൈൽഡ് ആ ക്രൈമിലേക്ക് നയിച്ചത്, അതിന്റെ സാഹചര്യങ്ങളൊന്നും നമ്മൾ പരിഹരിക്കാതെ കുട്ടിയെ മാത്രം ബ്ലെയിം ചെയ്യാണ്. There is a shift in focusing, there is a focus in shifting the blame to the children other than preventing അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് കൊടുക്കുന്നതിലല്ല, റീഹാബിലിറ്റേഷനിലല്ല, റിട്രിബ്യൂഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സോ ആ കോണ്ടെക്സ്റ്റ് എല്ലാം നമ്മൾ പറഞ്ഞു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എങ്ങനെയാണ് വന്നത് ആഫ്റ്റർ ദ ഡൽഹി ഗാങ് റേപ്പ് ആൻഡ് ദ ട്രാൻസ്ഫർ സിസ്റ്റം. പ്ലീസ് ആ ട്രാൻസ്ഫർ സിസ്റ്റം നോട്ട് ചെയ്തിരിക്കുക. എന്താണ് ട്രാൻസ്ഫർ സിസ്റ്റം? ദാറ്റ് ഈസ് 16-18 വയസ്സിനിടയിലുള്ള ആളുകൾ when they are committing heinous offenses, 7 വർഷത്തിൽ കൂടുതൽ തടവ് കിട്ടുന്ന ശിക്ഷ ചെയ്യുകയാണെങ്കിൽ they can be punished under criminal justice system. സോ അതാണ് അതിലെ കോണ്ടെക്സ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ ആ ട്രാൻസ്ഫർ സിസ്റ്റത്തിന്റെ കുറച്ച് പോരായ്മകൾ പറയാം. ദാറ്റ് ഈസ് എന്താണ്? ഈ ഓതർ പറയുന്ന പ്രകാരം ഈ ട്രാൻസ്ഫർ സിസ്റ്റത്തിലെ പ്രധാന പോരായ്മ ആർബിട്രറിനെസ് ആണ്. തോന്നിയ പോലെ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ, ഒരു സയന്റിഫിക് ബേസിസ് അതിനില്ല. ബിക്കോസ് ഈ ട്രാൻസ്ഫർ സിസ്റ്റത്തെ പ്രകാരം ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണ് എന്ത് തീരുമാനിക്കുന്നത്? 16 മുതൽ 18 വയസ്സിലെ ഇടയിലുള്ള ആ കുട്ടി ആരാണോ ആ കുട്ടി ചെയ്ത ക്രൈമിലേക്ക് ആ കുട്ടിക്ക് കൃത്യമായ നോളജ് ഉണ്ടായിരുന്നോ? ആ കുട്ടി അത് കൃത്യമായിട്ട് അതിന്റെ ഭവിഷ്യത്തുകളെല്ലാം മനസ്സിലാക്കിയിരുന്നോ? ഡിഡ് ഹി നോ ദാറ്റ് ഇറ്റ് ഇസ് എ ക്രൈം? ഈ രീതിയിലൊക്കെ മെന്റൽ ഡെവലപ്മെന്റ്, നമ്മുടെ മാനസികമായിട്ടുള്ള വളർച്ച, കോഗ്നിറ്റീവ് ലെവലൊക്കെ അളക്കുന്നത് ആ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ കീഴിലാണ്. പക്ഷേ അവിടെ ഉള്ളൊരു പ്രധാന പ്രശ്നം ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഒക്കെ എങ്ങനെ നമ്മൾ കൃത്യം അളക്കുന്നു? അങ്ങനെ ഒരു സിസ്റ്റം, ഒരു യൂണിഫൈഡ് സിസ്റ്റം നിലവിൽ എവിടെയും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കും? ആർബിട്രറിനെസ് സംഭവിക്കും. ഓരോ കേസും ഓരോ പോലെയാവും. ഇറ്റ് മേ ക്രിയേറ്റ് ഇൻകൺസിസ്റ്റൻസി. സിമിലർ ലെവൽസിൽ നിൽക്കുന്ന കുട്ടികളെ ഡിഫറൻഷ്യലി ട്രീറ്റ് ചെയ്യാം, ഇക്വാളിറ്റിക്ക് എതിരാവാം. ആൻഡ് ഓൾസോ നമ്മുടെ ഫിലോസഫി അഡൽട്ട് ചെയ്യുന്ന ക്രൈംസിലേക്ക് കുട്ടി, അതായത് ഒരു അഡൽട്ട് ചെയ്യുന്ന ഗ്രാവിറ്റിയിൽ ഒരിക്കലും ഒരു ചൈൽഡിന് ചിന്തിക്കാൻ പറ്റൂല. കൺസിഡറിങ് ഡെവലപ്മെന്റൽ സയൻസ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ കുറിച്ച് കൂടുതൽ വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഓക്കെ, സോ ഒരു സയന്റിഫിക് ബേസിസ് ഇല്ലാതെ ജസ്റ്റ് ഫോക്കസ് ചെയ്യുന്ന എന്തിനാ? ബ്ലെയിമിലേക്ക് മാത്രം. ഓൾസോ പ്രൈവറ്റ് മെമ്പർ ബില്ല് പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ there was a context that is പ്രൈവറ്റ് മെമ്പർ പറഞ്ഞു ഇങ്ങനെ അവതരിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ there is a huge increase in child crimes. That is ചൈൽഡ് ക്രിമിനൽസ് ഒരുപാട്, ചൈൽഡ് ക്രൈംസ് ഒരുപാട് വരുന്നുണ്ട്. ആൻഡ് സി ഇങ്ങനെ നമ്മൾ ഈ ചിൽഡ്രൻസ് ഇൻവോൾവ് ആയിട്ടുള്ള ക്രൈമിനെ നമ്മൾ വിളിക്കുന്നത് ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ, CICL. Please note that children in conflict with law എന്നാണ് പറയാം. So the author is debunking that. She is saying that NCRB ഡാറ്റ പ്രകാരം എന്താണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ടോട്ടൽ കേസസിൽ, 2023 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ടോട്ടൽ കേസസിൽ എന്താണ് സംഭവിച്ചത്? വെറും 0.5% മാത്രമാണ് ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ. ആൻഡ് ഓൾസോ എന്താണ് ഈ ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്ട് ലോ എന്ന കാറ്റഗറി മാത്രം എടുക്കുകയാണെങ്കിൽ അതിൽ പോലും 79%, 80% വരുന്നത് ആരാണ്?
16 to 18 years old. So reality എന്താണ്? 16 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾ തന്നെയാണ് ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോയിൽ 80% കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് പ്രൈവറ്റ് മെമ്പർ പറയുന്ന കാറ്റഗറി, അതായത് 16 താഴെ ആക്കണമെന്നാണ് പറയുന്നത്. ആ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ജസ്റ്റ് 21% മാത്രമേ ഉള്ളൂ. സോ ഇറ്റ്സ് നോട്ട് എ റിയാലിറ്റി. അതായത് ഇവനാണ് ഡോമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ള റിയാലിറ്റി ശരിയല്ല. ഓക്കെ, ഇനി ടോട്ടൽ ക്രൈംസ് വെറും 0.5% മാത്രമാണ് ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ. സോ ദർ ഇസ് നോ പ്രോപ്പർ ഡാറ്റ ആസ് പെർ ദിസ് ഓദർ. സോ ഓദർ ക്ലെയിം ചെയ്തത് ഡാറ്റയിലും സയന്റിഫിക്കലിയും ഒന്നും ഈ മൂവ് ശരിയല്ല എന്നുള്ള രീതിയിലേക്കാണ്. ആൻഡ് ഷീ ഈസ് ഓൾസോ സജസ്റ്റിംഗ് സം റിഫോംസ് ആസ് വെൽ. സോ എന്താണ് ആ റിഫോംസ് നമുക്ക് നോക്കാം. ആക്ച്വലി നമ്മളിവിടെ റിയൽ പ്രോബ്ലത്തിലേക്ക് ഫേസ് ചെയ്യുന്നില്ല. ബിക്കോസ് ഈ ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ ആർ ആക്ച്വലി ചിൽഡ്രൻ ഇൻ നീഡ് ഫോർ കെയർ. ആ ഒരു കാര്യം നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. ബിക്കോസ് എങ്ങനെയാണ് ഒരു ചൈൽഡ് അത്രയും ചെറിയ ഏജിൽ ഇങ്ങനെ ഒരു മൂവ് ചെയ്യുന്നത്? ബിക്കോസ് ഇറ്റ്സ് നോട്ട് the problem of the child, but because of the structural problems like poverty, എഡ്യൂക്കേഷന്റെ കുറവ്, സ്കൂളിൽ നിന്ന് ഏർലി ഡ്രോപ്പ് ഔട്ട് ചെയ്യുക, ഫാമിലിയിലെ പ്രോബ്ലം, മെന്റൽ ഹെൽത്ത് പ്രോബ്ലം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാരണമാവാം ഈ കുട്ടി അല്ലെങ്കിൽ ഈ ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോയിലേക്ക് നയിക്കുന്നത്. ബട്ട് ആ കാര്യം ഒന്നും പരിഗണിക്കാതെ നേരെ നമ്മൾ ഈ കുട്ടിയെ ട്രാൻസ്ഫർ സിസ്റ്റം വഴി എന്ത് ചെയ്യണം? 14 വയസ്സ് മുതലുള്ള കുട്ടികളെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇത് എന്ത് ചെയ്യാം? ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യാം? പോലീസ് സ്റ്റേഷനിലേക്ക് എക്സ്പോഷർ കിട്ടുകയാണ്. എന്ത് ചെയ്യാണ്? പോലീസ് സ്റ്റേഷനിൽ ഇല്ലീഗലായിട്ട് ഡിറ്റെയിൻ ചെയ്യപ്പെടാം. അല്ലെങ്കിൽ വക്കീലന്മാരുടെ ക്രോസ് എക്സാമിനേഷൻ ഒക്കെ കഴിയുമ്പോൾ ഇന്റൻസ് സൈക്കോളജിക്കൽ, ആസ് പെർ ദിസ് ആർട്ടിക്കിൾ, ലോങ് ലാസ്റ്റിംഗ് സൈക്കോളജിക്കൽ ട്രോമ, PTSDs ഒക്കെ വരാം. സോ ഇതെല്ലാം സോൾവ് ചെയ്യണമെങ്കിൽ വി നീഡ് വാട്ട്? വി ഷുഡ് ഫിക്സ് ദ സിസ്റ്റം, നോട്ട് ദ ചൈൽഡ്. നമ്മൾ എന്താണോ കുട്ടികളെ ഇങ്ങനെ ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് ലോയിലേക്ക് നയിക്കുന്നത് അത് പ്രിവെന്റ് ചെയ്യണം. ദാറ്റ് ഈസ് ത്രൂ ബിൽഡിംഗ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മൾ ഡെമോക്രസിനെ ത്രൈവ് ചെയ്യുന്നത് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പിലാണ്. സോ നമ്മൾ ഒരുപാട് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്സ് കൊടുക്കണം, ലൈക്ക് മെന്റൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റീഹാബിലിറ്റേഷൻ സെന്റർ. ആൻഡ് സ്കൂളിൽ തന്നെ സിലബസിൽ മെന്റൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ, അവയർനെസ് അബൌട്ട് ക്രൈംസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, എത്തിക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് കുട്ടികളെ ഇംപ്രൂവ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ ദ ഫോക്കസ് ഷുഡ് ബി ഓൺ റീഹാബിലിറ്റേഷൻ റാദർ ദാൻ റിട്രിബ്യൂഷൻ. സോ അതാണ് ഇതിലെ ഹോൾ ഡിസ്കഷൻ. ഓക്കെ, സോ നമ്മൾ ഡാറ്റ എല്ലാം പരിശോധിച്ചു. റിയാലിറ്റി. സോ ദ വേ ഫോർവേഡ് ഈസ് ടു സ്ട്രെങ്തൻ ഏർലി ഇന്റർവെൻഷൻ. കുട്ടി ചിൽഡ്രനെ കുറച്ചും കൂടി ഏർലി അവരെ മെന്റൽ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ അവർ എത്തിക്സ്, മൊറാലിറ്റി, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, അവയർനെസ് അബൌട്ട് ലോ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക. ആൻഡ് ഇംപ്രൂവ് ജുഡീഷ്യൽ ജസ്റ്റിസ് ബോർഡ്. ജുഡീഷ്യൽ ജസ്റ്റിസ് ബോർഡിന്റെ ട്രാൻസ്ഫർ സിസ്റ്റത്തിൽ കുറച്ച് ക്ലാരിറ്റി വരണം. ബിക്കോസ് ലോട്ട് ഓഫ് ഇൻകൺസിസ്റ്റൻസീസ് വരുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഹോൾ ഡിസ്കഷൻ. സോ നെക്സ്റ്റ് ആർട്ടിക്കിൾ, meaningless formality. So again, a repeated discussion. The conduct of governor, the office of governor is again repeatedly discussed. നമുക്കറിയാം നമ്മുടെ മെയിൻസിൽ ആസ് വെൽ ആസ് പ്രിലിംസിന് ഗവർണർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് പോകണം. ബിക്കോസ് അതൊരു യൂഷ്വൽ തീം തന്നെയാണ്. ഈവൻ മെയിൻസിനാണെങ്കിൽ ഹൗ ഗവർണേഴ്സ് റോൾ ഈസ് സംടൈംസ് പാർഷ്യൽ, ബയസ്ഡ് ആവുന്നു, ഗവർണറിന്റെ റോളിൽ എന്തെങ്കിലും റിഫോംസ് വരണോ, ആൻഡ് ഒരുപാട് ഡിസ്കഷൻസ് ഗവർണറിന്റെ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. സോ പ്രൈമറിലി നമുക്കറിയാം നമ്മളൊരു ഫെഡറൽ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ. ഓൾസോ നമ്മളൊരു ഡെമോക്രാറ്റിക് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ഫോളോ ചെയ്യുന്നുണ്ട്. സോ ഈ ഫെഡറൽ സിസ്റ്റത്തിന്റെ ഐഡിയ എന്താ? ദർ ഷുഡ് ബി എ ഡിവിഷൻ ഓഫ് പവർ ആൻഡ് ദർ ആർ ടു ഡുവൽ ഗവൺമെന്റ്, അല്ലേ? സെൻട്രൽ ഒരു ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. ആൻഡ് രണ്ടു പേർക്കും രണ്ട് സെപ്പറേറ്റ് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. നമ്മൾ പല മെത്തേഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ, അല്ലേ? ബട്ട് ഈ ഗവർണറിനെ നമ്മൾ വെക്കുന്നത് എന്തിനാ? യൂഷ്വലി ഗവർണർ ഈസ് ലൈക്ക് വാട്ട്? എ നോമിനൽ ഹെഡ് ആണ് ഗവർണർ, നോട്ട് എ റിയൽ, എന്താ പറയാ, ഡിഫാക്ടോ ആൻഡ് ഡിജുവർ. രണ്ട് ടേം ആണ്. ഡിഫാക്ടോ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ, ആരാണോ ശരിക്ക് പവർ കൈകാര്യം ചെയ്യുന്നത് അതാണ് ഡിഫാക്ടോ. സോ ഡിഫാക്ടോ പവർ ആരുടെ കയ്യിലാണ്, അല്ലെങ്കിൽ ഡിഫാക്ടോ ആയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത് CMന്റെ കീഴിലുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ് എക്സിക്യൂട്ടീവിന്റെ ഡിഫാക്ടോ ഹെഡ്. ആൻഡ് ഗവർണർ ഈസ് ജസ്റ്റ് എ നോമിനൽ ഹെഡ്, ഒരു ഡിജുവർ ഹെഡ് ആണ്. ബട്ട് പലപ്പോഴും ഗവർണറിന്റെ കണ്ടക്ട് അവരുടെ അവരുടെ പൊസിഷനെ വയലേറ്റ് ചെയ്യാണ്. അവർക്ക് കൊടുക്കുന്ന ലൈൻ അവർ ക്രോസ് ചെയ്യുന്നുണ്ട്. ദേ ആർ സംടൈംസ് ക്രോസിംഗ് ദ ലിമിറ്റ് ബിക്കോസ് ഡിഫറെന്റ് ഇൻസിഡൻസ് ആർ പോയിന്റിംഗ് ടു ദാറ്റ് ഡയറക്ഷൻ. ഫോർ എക്സാമ്പിൾ, തമിഴ്നാട് ഗവൺമെന്റ് ആസ് വെൽ ആസ് കേരള ഗവൺമെന്റ് ഈസ് റിപ്പീറ്റഡ്ലി കമ്മിങ് ഇൻ ടു കോൺഫ്ലിക്ട് വിത്ത് ദ ഓഫീസ് ഓഫ് ഗവർണർ. സോ ഈ ആർട്ടിക്കിളിൽ പ്രൈമറിലി എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ദ ഗവർണേഴ്സ് അഡ്രസ് സെഷൻ. ഗവർണറിന്റെ അഡ്രസ് റിലേറ്റ് ചെയ്തിട്ടാണ്. ഗവർണർ ലെജിസ്ലേച്ചറിനെ, അതായത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ നടത്തുന്ന സ്പീച്ച്, ഫസ്റ്റ് സ്പീച്ച് ഇൻ എവറി ഇയർ, എല്ലാ വർഷത്തെയും ആദ്യത്തെ സെഷനിൽ ഗവർണർ അഡ്രസ് ഉണ്ട്, ഗവർണേഴ്സ് അഡ്രസ്. ആൻഡ് അതേപോലെ ജനറൽ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള വർഷത്തിലും ഗവർണർ ഇങ്ങനെ അഡ്രസ് ചെയ്യും. ഇറ്റ് ഈസ് മാൻഡേറ്ററി ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സിമിലർലി സെൻട്രലിൽ പാർലമെന്റിൽ ഇത് പ്രസിഡന്റും ചെയ്യുന്നുണ്ട് അണ്ടർ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ഇവിടെയാണ് ഇഷ്യൂ ലൈ ചെയ്യുന്നത്. ബിക്കോസ് ഓൾറെഡി ഗവർണർ റിലേറ്റ് ചെയ്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, റിസർവിംഗ് ദ ബിൽസ്. സംടൈംസ് ഗവർണർ ഈസ് സിംപ്ലി റിസർവിംഗ് ദ ബിൽ ആൻഡ് ടാർണിഷിംഗ് ദ പ്രോസസ്. സ്റ്റേറ്റിന്റെ ലെജിസ്ലേറ്റീവ് പ്രോസസിനെ ചില സമയത്ത് ഹിൻഡർ ചെയ്യുന്നുണ്ട്, അതിന്റെ എഫക്റ്റീവ്നെസ്സും സ്മൂത്ത്നെസ്സും കുറയ്ക്കുന്നുണ്ട്. സോ അതൊരു പ്രശ്നം, റിസർവ് ചെയ്യുന്ന ബില്ല്. പിന്നെ വൈസ് ചാൻസലർ ഇഷ്യൂ നമ്മൾ കണ്ടാണ്, ബില്ല് പെൻഡിംഗ് വെക്കുന്നത് കണ്ടതാണ്. ആൻഡ് റിപ്പീറ്റഡ്ലി ക്രോസിംഗ് ദ ലിമിറ്റ്സ് ആൻഡ് ക്രിട്ടിസൈസിംഗ് ദ ഗവൺമെന്റ് ബൈ ക്രോസിംഗ് ദ ലിമിറ്റ്സ്. സോ അതാണ് മെയിൻ ഇഷ്യൂ. ഇനി
ഈ ആർട്ടിക്കിളിലെ പ്രൈമറി ഒരു പുതിയ ഫ്രോണ്ട് ഗവർണർ ആൻഡ് സ്റ്റേറ്റ് കോൺഫ്ലിക്റ്റിലെ ഒരു പുതിയ ഫ്രോണ്ട് എമർജ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് ദ സ്പെഷ്യൽ അഡ്രസ് സെഷൻ ഓഫ് ദ പ്രൊവൈഡഡ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 176 പ്രകാരം ഗവർണർ എന്ത് ചെയ്യണം? ഫസ്റ്റ് എല്ലാ വർഷത്തെയും ആദ്യത്തെ സെഷനിൽ ഗവർണറിന്റെ അഡ്രസ് വേണം. ആ അഡ്രസ്സിൽ പൊതുവെ എന്താണ് ചെയ്യുക? ഗവൺമെന്റ് കഴിഞ്ഞ വർഷം ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഗവൺമെന്റ് അച്ചീവ്മെന്റ്സ് ആ കാര്യങ്ങളൊക്കെ. ബട്ട് യൂഷ്വലി എന്താ ചെയ്യേണ്ടത്? ഗവർണർ ഒരു മൗത്ത് പീസ് ആയിട്ടാണ് ആക്ട് ചെയ്യേണ്ടത്. ആരുടെ? സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താണോ ഗവർണറോട് പറയാൻ പറയുന്നത് അത് വായിക്കലാണ് ഗവർണർ ചെയ്യേണ്ടത്. യൂഷ്വലി ഒരു മൗത്ത് പീസ് ആയിട്ടാണ് ആക്ട് ചെയ്യേണ്ടത്. ബട്ട് രണ്ട് എക്സാമ്പിൾസ് ഈ ആർട്ടിക്കിൾ പറയുന്നുണ്ട്. തമിഴ്നാട് ആൻഡ് കേരള ഗവൺമെന്റ്, നോൺ സെൻട്രലിൽ ഇരിക്കുന്ന പാർട്ടി റൂൾ ചെയ്യാത്ത സ്റ്റേറ്റ്സ് ആണ് തമിഴ്നാട് ആൻഡ് കേരള. സോ ഇവിടെ എന്താ സംഭവിച്ചത്? തമിഴ്നാട്ടിൽ റിപ്പീറ്റഡ്ലി ഗവർണർ ഈ കൺവെൻഷന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എഴുതി കൊടുക്കുന്ന രീതിയിൽ വായിക്കാതിരിക്കുക, സംടൈംസ് പ്രൊആക്റ്റീവ് ആയിട്ട് ഈ സെഷനിൽ ഗവൺമെന്റിനെതിരെ പറയുക. ഇനി റീസെന്റ് കേരള ഗവൺമെന്റിൽ എന്താ സംഭവിച്ചത്? ഫസ്റ്റ് സെഷനിൽ ഹോണറബിൾ ഗവർണർ എന്ത് ചെയ്തു? ഹോണറബിൾ ഗവർണർ ആർലേക്കർ എന്ത് ചെയ്തു? ചില ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്തു ആൻഡ് നമ്മുടെ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ വന്നിട്ട് അത് തിരുത്തി പറയുകയുണ്ടായി. സോ ഈ ഇൻസിഡന്റ് കോൺടെക്സ്റ്റിലാണ് ഈ ന്യൂസ് വന്നിട്ടുള്ളത്. സോ നമ്മൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ, മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ ഗവർണറുടെ ഓഫീസിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക ആൻഡ് വേർഡും പഠിച്ചിരിക്കണം. സോ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ആർട്ടിക്കിൾ 176 87 ആണ്. അണ്ടർ ആർട്ടിക്കിൾ 176 സ്പെഷ്യൽ അഡ്രസ് ഓഫ് ദ ഗവർണർ ടു ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണ് പറയുന്നത്. 87 സ്പെഷ്യൽ അഡ്രസ് ഓഫ് ദ പ്രസിഡന്റ്, മാൻഡേറ്ററി അഡ്രസ് ഓഫ് ദ പ്രസിഡന്റ് ടു ദ പാർലമെന്റ്, അതാണ് പറയുന്നത്. സോ ഇതില് സ്റ്റാലിൻ എന്ത് Honorable Chief Minister of Tamil Nadu, M.K. Stalin പറഞ്ഞത് this should be changed. Even he favored a constitutional amendment to do away with the provision of 176 and Article 75. Also, previous President, Honorable President Venkatraman എന്ത് പറഞ്ഞു? രാജീവ് ഗാന്ധി ഗവൺമെന്റിനോട് പറഞ്ഞു ഈ പ്രൊവിഷൻ എടുത്തു കളയേണ്ട സമയമായിട്ടുണ്ട്, ഇങ്ങനെ മാൻഡേറ്ററി ആയിട്ട് അഡ്രസ് ചെയ്യേണ്ട കാര്യമില്ല. We can do away with that because എന്താണ് ഈ 176ഉം 87 എടുത്തു കളഞ്ഞാൽ പോലും ഒരു പ്രശ്നമില്ല. ബിക്കോസ് അണ്ടർ ആർട്ടിക്കിൾ 175 ആൻഡ് ആർട്ടിക്കിൾ 86 എന്താണ്? 175 പ്രകാരം ഗവർണറിന് എപ്പോൾ വേണമെങ്കിലും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലെ അഡ്രസ് ചെയ്യാം, ഒരു ഇഷ്യൂനെ കുറിച്ച് അഡ്രസ് ചെയ്യാം, ഒരു ഇഷ്യൂനെ കുറിച്ച് മെസ്സേജ് അയക്കാം, ചോദിച്ച് റിപ്പോർട്ടൊക്കെ വാങ്ങാം. സോ ഈ പ്രൊവിഷൻ എക്സിസ്റ്റ് ചെയ്തിരിക്കെ ഇങ്ങനെ മാൻഡേറ്ററി ആയിട്ട് ഒരു പ്രൊവിഷന്റെ ആവശ്യമില്ല അണ്ടർ ആർട്ടിക്കിൾ 87 ആൻഡ് 176 ബിക്കോസ് ഇറ്റ് ഈസ് കോസിംഗ് പ്രോബ്ലംസ് ആസ് വെൽ ആസ് ഇറ്റ്സ് എ കൊളോണിയൽ ലെഗസി. കൊളോണിയൽ സമയത്ത് ഗവർണറിന് സ്റ്റേറ്റുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സിസ്റ്റം നമ്മൾ ഇപ്പോഴും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നാണ് ആർട്ടിക്കിൾ പറഞ്ഞത്. സോ നമ്മൾ ഇത് മനസ്സിലാക്കുന്നത് ജനറലി വി ഷുഡ് ബി ഏബിൾ ടു റൈറ്റ് ആൻ ആൻസർ ബാലൻസിംഗ് ദ ഓഫീസ് ഓഫ് ഗവർണർ, ദ പ്രോസ് കോൺസ് ആസ് വെൽ ആസ് സം വേ ഫോർവേഡ്. സോ വേ ഫോർവേഡ് നമ്മൾ എന്താ പറയുന്നത്? ഗവർണർ ഷുഡ് സ്ട്രിക്ട്ലി അബൈഡ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ്. ദി ജുവർ ഹെഡ് ആണ്, ഹി ഈസ് നോട്ട് ഡിഫാക്ടോ ഹെഡ്, ഹി ഷുഡ് ആക്ട് അണ്ടർ ദ ആർട്ടിക്കിൾ 163 പറയുന്നത് എന്താ? ദ ഗവർണർ ഷുഡ് ആക്ട് അണ്ടർ ദ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഗിവൺ ബൈ ദ ചീഫ് മിനിസ്റ്റർ ആൻഡ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ. സോ ഗവർണർ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. That follow the constitutional morality, abide by the principles of federalism and uphold constitutional principles. Okay, so the final article, what is behind China's latest military drill around Taiwan? സോ നമുക്കറിയാം ജിയോ പൊളിറ്റിക്സിലും ഇന്റർനാഷണൽ റിലേഷൻസിലും ഒരുപാട് ഫ്ലാഷ് പോയിന്റ്സ് ഉണ്ട്. ദ റീസെന്റ് വൺസ് ആർ വെനസ്വേലയിൽ ഡൊണാൾഡ് ട്രംപ് നടത്തിയ അബ്ഡക്ഷൻ ഓഫ് ദ പ്രസിഡന്റ്, സൊമാലിലാൻഡിൽ ഇപ്പോൾ റീസെന്റ് നടന്ന ചെറിയ ഇഷ്യൂ, ഇവൻ ദോ ഇറ്റ്സ് നോട്ട് എ ഫ്ലാഷ് പോയിന്റ്, ഒരു എമർജിംഗ് ഫ്ലാഷ് പോയിന്റ് ആണ്. ആൻഡ് ഇറാനിൽ ഇഷ്യൂസ് ഉണ്ട്, യമനിൽ ഹൂത്തീസിന്റെ ഇഷ്യൂസ് ആൻഡ് സൗദിയും യു എയും രണ്ട് ചേരിയിൽ നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ട് യമനിൽ. ആൻഡ് ആഫ്രിക്കയിൽ ഒരുപാട് റീജിയൻ, സുഡാൻ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓൺ ഓഫ് ആഫ്രിക്കയിലാണ് ലേറ്റസ്റ്റ് ഞാൻ പറഞ്ഞ സൊമാലിലാൻഡിന്റെ ഇഷ്യൂ. ആ സൊമാലിലാൻഡിന്റെ ഇഷ്യൂവിന്റെ സമയത്തും ചൈന ഇടപെട്ടിരുന്നു. ബിക്കോസ് ആഫ്രിക്കയിലെ ഓൺ ഓഫ് ആഫ്രിക്കയിൽ ഉള്ള രാജ്യമാണ് സൊമാലിലാൻഡ്. ഈ സൊമാലിലാൻഡിന് സൊമാലിയെന്ന് സോവറൈനിറ്റി ഒരു സെപ്പറേറ്റ് കൺട്രി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ എമേർജ് ചെയ്ത സമയത്ത് ഇസ്രായേൽ എന്ത് ചെയ്തു? സൊമാലിലാൻഡിന്റെ ആ കോസിനെ അക്സെപ്റ്റ് ചെയ്തു. ബട്ട് ആ സമയത്ത് ആ കോസിനെതിരെ ഏറ്റവും പ്രോആക്റ്റീവ് ആയിട്ട് വന്ന ആളാണ് ചൈന. ബിക്കോസ് വെനെവർ എവിടെയൊക്കെയാണോ ഒരു സെപ്പറേറ്റിസം അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ഒരു രാജ്യത്തിന്റെ ഒരു പാർട്ടിൽ നിന്ന് വേറൊരു രാജ്യം ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആവണമെന്ന് ആവശ്യപ്പെടുമ്പോഴൊക്കെ ചൈന ഒന്ന് കൺസേൺഡ് ആവും. ബിക്കോസ് അങ്ങനെ ഒരു കോസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള മറ്റു കോസുകളെയും ഇന്റർനാഷണലി അക്ലെയിംഡ് ആവുകയും ഇന്റർനാഷണലി അതിൽ ഇടപെടുകയും ചെയ്താൽ ഇന്റർനാഷണൽ പ്രഷർ വരും ടു ചൈന അഗെയിൻസ്റ്റ് ചൈനാസ് വൺ ചൈന പോളിസി. സോ ഈ ആർട്ടിക്കിളിന്റെ കോറായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ബ്രോഡ് കോണ്ടെക്സ്റ്റ് ഈസ് ചൈനാസ് വൺ ചൈന പോളിസി. ദാറ്റ് ഈസ് തായ്വാൻ ചൈനയുടെ അടുത്തുള്ള ഒരു ഐലൻഡ് നേഷനാണ്, ഐലൻഡ് സോവറൈൻ പാർട്ടാണ്, ഇൻഡിപെൻഡന്റ് ആയിട്ട് അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു ബോഡി ഉണ്ട്. ബട്ട് ചൈന ഈസ് സേയിങ് ദാറ്റ് തായ്വാൻ is always and was always China's part. Taiwan is historically China's part and it should be so. So in future China has planned to inculcate Taiwan into mainland China. So അതാണ് ചൈനയുടെ വൺ ചൈന പോളിസി. സോ റീസെന്റ് കുറച്ച് പ്രശ്നങ്ങൾ ചൈനയുടെ ഈ സെന്റിമെന്റ്സിനെ പറ്റി. ദാറ്റ് ഈസ് ജപ്പാനിൽ ഒരു പുതിയ
ജപ്പാനിൽ റീസെന്റ് വന്ന പുതിയ പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്തു, ജപ്പാനീസ് പ്രൈം മിനിസ്റ്റർ സന തക്കായിച്ചി എന്ത് ചെയ്തു, തായ്വാനെതിരെ ചൈന എന്തെങ്കിലും ചെയ്താൽ വി വിൽ നോട്ട് ബി സീയിങ് ഇറ്റ് പാസീവ്ലി, ഞങ്ങളും ഇടപെടും. ബിക്കോസ് അങ്ങനെ ഇടപെട്ടാൽ ഇറ്റ് വിൽ ബി ചൈന എങ്ങനെയാണോ തൈവാൻ സ്റ്റേറ്റിൽ സൗത്ത് ചൈന സീനും ഈസ്റ്റ് ചൈന സീനും കയറി ഇടപെടുകയാണെങ്കിൽ ജപ്പാൻ ഞങ്ങളൊരു സോവറൈൻ നേഷൻ ആണ്, ഞങ്ങൾ വെറുതെ നോക്കിയിരിക്കില്ല. ബിക്കോസ് ഇറ്റ് വിൽ ബി ത്രട്ടണിങ് അവർ എക്സിസ്റ്റൻസ് ഓൾസോ. സോ അതുകൊണ്ട് വി വിൽ ബി മിലിറ്ററിലി റെസ്പോണ്ടിങ്. ആൻഡ് എന്ത് ചെയ്തു, ജപ്പാൻ ഹാസ് ഗോൺ ടു ദാറ്റ് എക്സ്റ്റെന്റ് ദാറ്റ് ഈവൻ മിലിറ്ററൈസ്ഡ് ദാറ്റ് സോൺ. അതിനടുത്തുള്ള ജപ്പാന്റെ ചില ഐലൻഡിൽ കൊണ്ടുപോയിട്ട് മിലിറ്ററി ആപ്ലിക്കേഷൻസും നടത്തി. സോ ആ കോണ്ടക്സ്റ്റിലൊക്കെ ചൈന അഗ്രസീവായിട്ട് റെസ്പോണ്ട് ചെയ്തു. ഞങ്ങൾ സമ്മതിക്കില്ല, ചൈനയുടെ വൺ ചൈന പോളിസിയാണ്, തൈവാൻ ഞങ്ങളുടെ പാർട്ടാണെന്ന് റൈറ്ററേറ്റ് ചെയ്യുകയാണ്. ആൻഡ് റീസെന്റ് ഇപ്പൊ എന്ത് സംഭവിച്ചു, ഒരു മിലിറ്ററി ഡീല് USA-യും തൈവാനും തമ്മിൽ നടന്നു. ദാറ്റ് ഈസ് ഒരു $11 billion ഡീല് ടു ഇംപ്രൂവ് തൈവാൻസ് മിലിറ്ററി കാപ്പബിലിറ്റീസ്, ഹൈ ഏരിയൽ ഡിഫൻസ് സിസ്റ്റം, ഒരുപാട് റോക്കറ്റ് സിസ്റ്റംസ് ആൻഡ് ആർട്ടിലറി പവേഴ്സ്, ഇതെല്ലാം കൊടുക്കുന്ന ഒരു എഗ്രിമെന്റ് USA ഗവൺമെന്റ് എന്ത് ചെയ്തു, അപ്രൂവ് ചെയ്തു. സോ ഇതിനെതിരെ ഡിസംബറിലാണ് സംഭവിച്ചത്. സോ സ്വിഫ്റ്റ്ലി ചൈന എന്ത് ചെയ്യാണ്, റെസ്പോണ്ട് ചെയ്യാണ് ത്രൂ an exercise called Justice Mission 25. See, ആ പേര് ജസ്റ്റിസ്, ഇറ്റ്സ് ജസ്റ്റിസ് ബിക്കോസ് എനി ആക്ഷൻ ടു സെപ്പറേറ്റ് തൈവാൻ ഫ്രം ചൈന ഇസ് ഇൻജസ്റ്റിസ്, ബിക്കോസ് ഹിസ്റ്റോറിക്കലി ഇത് ഞങ്ങളുടെ ഭാഗമാണ് എന്നാണ് ചൈന ക്ലെയിം ചെയ്യുന്നത്. സോ അതിനൊക്കെ ഒരുപാട് ഹിസ്റ്ററി ഉണ്ട് റിഗാർഡിംഗ് നമ്മുടെ ചൈനയുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അറിയാം തൈവാന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ. ഓക്കെ, നമ്മൾ DND തന്നെ ഡിസ്കസ് ചെയ്താണ്. സോ ഈ DND ഡിസ്കസ് ചെയ്യാൻ സ്കോപ്പില്ല. സോ പ്രൈമർലി ചൈന എന്ത് ചെയ്തു, ഇപ്പോൾ ഒരു പുതിയ മിലിറ്ററി ഡ്രിൽ നടത്തി. ഇറ്റ് ഈസ് കോൾഡ് ജസ്റ്റിസ് മിഷൻ 2025. ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ റെസ്പോൺസ് ടു USA's ആക്ഷൻ ടു മിലിറ്ററൈസ് തൈവാൻ. സോ അതാണ് അതിലെ ബ്രോഡർ കോണ്ടെക്സ്റ്റ്. സോ ചൈന എന്ത് ചെയ്തു, ഒരു ട്രൈലാറ്ററൽ 3-dimensional external line deterrence using land, sea and air force. And Taiwan സ്റ്റേറ്റിലുള്ള കീ പോർട്ടുകളെല്ലാം ബ്ലോക്ക് ചെയ്യുന്നു. ആ റീജിയൻ കംപ്ലീറ്റ് മിലിറ്ററി സോൺ പോലെ ചൈന ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അഗ്രസീവ്ലി ചൈന അവിടെ മിലിറ്ററൈസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സോ ചൈന വിൽ നോട്ട് ബി അലൗവിങ് എനി ആക്ഷൻസ് ബൈ എനി കൺട്രി ഫോർ ദാറ്റ് മാറ്റർ ടു സെപ്പറേറ്റ് തൈവാൻ. അല്ലെങ്കിൽ തൈവാനിലെ എന്ത് ഇങ്ങനത്തെ ചിന്തകളെയും സെപ്പറേറ്റിസ്റ്റ് ടെൻഡൻസി ആയിട്ടാണ് ചൈന ട്രീറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു കോണ്ടെക്സ്റ്റ് ആണ് ഞാൻ സൊമാലി ലാൻഡിന്റെ ഇഷ്യൂ വന്നപ്പോൾ കണക്ട് ചെയ്തത്. ബിക്കോസ് സൊമാലി ലാൻഡിനും അങ്ങനെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആവുന്നത് ചൈനയ്ക്ക് അൺകംഫർട്ടബിൾ ആണ്. ബിക്കോസ് ചൈന ഹാസ് ഓൾറെഡി ഇൻവെസ്റ്റഡ് ഇൻ ദ ജിബൂട്ടി പോർട്ട് ആൻഡ് ഓൾ. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ഡിസ്കഷൻ. എല്ലാവർക്കും ഇന്നത്തെ ന്യൂസ് അനാലിസിസ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ സച്ച് വീഡിയോസ്.